പലപ്പോഴും ഇവിടെ നാട്ടിലുള്ളൊരു മിത്തായിട്ട് ആൾക്കാർ കരുതുന്നൊരു കാര്യം വെച്ചാൽ ആർക്കിടെക്ട്സ് പൊതുവേ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ആർക്കിടെക്ട്സിൻ്റെ ചാർജസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എൻ്റെ ഭവനം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്ന് നമ്മളിപ്പോൾ ലോണിൻ്റെ ഒരു പ്രോസസ്സുണ്ട്. ലോൺ എന്ന് വെച്ചാൽ അതൊരു ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് അതിനകത്ത് RBIയുടെ കുറച്ച് ഗൈഡ് ലൈൻസ് നമ്മൾ നോക്കണം. സാധാരണപ്പെട്ട ആൾക്കാർക്ക് പലിശരഹിതമായിട്ട് തവണ വ്യവസ്ഥയിൽ വീട് വെക്കുക എന്ന് വെച്ചാൽ അതൊരു ആർക്കിടെക്ട് ഡിസൈൻ ചെയ്തേക്കുന്ന വീട്. ന്യായമായിട്ട് പണിയെടുക്കുന്ന എല്ലാവർക്കും പൈസ കിട്ടണം. പക്ഷേ അന്യായമായിട്ട് വേസ്റ്റേജ് ഓഫ് മണി ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അങ്ങനെ മോസ്റ്റ് അൺഓർഗനൈസ്ഡ് സെഗ്മെന്റ് ഇൻ ഇന്ത്യ ആണ് കൺസ്ട്രക്ഷൻ. ഞാനിപ്പോൾ ഒരു കോടി രൂപയായിട്ട് ഞാനിപ്പോൾ നന്ദുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എനിക്കൊരു ലക്ഷറി ഹോം അല്ല വേണ്ടത്, എനിക്കൊരു നല്ലൊരു വീടാണ് വേണ്ടതെന്ന് പറയാണ്. എനിക്കൊരാഗ്രഹം എന്ന് വെച്ചാൽ ഗ്രോ ടുഗദർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. എല്ലാം കൂടെ ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ച് ഇവിടെ ആരും ഒന്നും കാണിക്കാനായിട്ടൊന്നും ഇല്ല. നമ്മളൊരു ആർക്കിടെക്റ്റിന്റെ സേവനം ഇല്ലാതെ സിവിൽ എഞ്ചിനീയറിന്റെ സേവനം കൊണ്ട് മാത്രം ഒരു വീട് ഉണ്ടാക്കാൻ പറ്റുമോ? പഠിച്ചിറങ്ങുന്ന പല വിദ്യാർത്ഥികളായിട്ടുള്ളവരും ഈ പറയുന്ന തൊട്ട് പ്ലാനും ഡിസൈനും ഒക്കെ ചെയ്ത് പലർക്കും കൊടുത്ത് അവരെല്ലാം ഫ്രീ സർവീസ് ആയിട്ട് ആൾക്കാർ അത് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ അടുത്തൊരു 5 വർഷം കഴിഞ്ഞാൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനിയുടെ ഗ്രോത്തിൻ്റെ ഉള്ള സമയത്ത് അന്ന് ഈ പറയുന്നത് 10 വർഷം മുമ്പേ നമ്മൾ ചെയ്തേക്കുന്ന ഒരു വീടിന് ഡാമേജ് വന്നാൽ അന്ന് നമ്മളുടെ നെയിമിന് ഡാമേജ് സംഭവിക്കുന്നതിന് തുല്യമായിട്ടാണ്. 14 ജില്ലയിലും 14 ബിൽഡിംഗ് റൂൾസ് വേണം ശരിക്കും. ഇവിടെ ഇപ്പോൾ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ എന്ന് വെച്ചാൽ കേരളത്തിലെ മുഴുവനായിട്ട് ഒരൊറ്റ ബിൽഡിംഗ് റൂൾ ആയിരിക്കും. ഇപ്പോൾ ഒരു വീടിൻ്റെ കേസാണ് ടോട്ടൽ എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റ് എത്രയാണോ ടോട്ടൽ എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റ് അതിൻ്റെ 7.5% ആർക്കിടെക്റ്റിൻ്റെ ഫീസ് വരുന്നത്. 50 ലക്ഷം രൂപ കയ്യിലുള്ള ഒരാൾക്ക് 50 ലക്ഷം രൂപയുടെ വീടാണ് ആവശ്യം. 5 ലക്ഷം രൂപ കയ്യിലുള്ള ഒരാൾക്ക് 5 ലക്ഷം രൂപയുടെ വീടാണ് ആവശ്യം. അപ്പോൾ അങ്ങനെ വിത്തിൻ ദാറ്റ് ബഡ്ജറ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ 1000, 2000, 5000, 10000 സാധനമാണ് മാനുഫാക്ചർ ചെയ്തിട്ടാണ് സെയിം സാധനം തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അത് ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്നത് ആ വീട്ടിൽ മാത്രമേ കാണത്തുള്ളൂ, ആ അളവിലെ ആ സാധനം. ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. എന്നാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ബഡ്ജറ്റിനൊത്ത ഒരു വീട് നിർമ്മിക്കുക എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഒരു ആർക്കിടെക്റ്റാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ആർക്കിടെക്ട് നന്ദു കൃഷ്ണനാണ് ഇന്ന് മലബാർ ബിസിനസ് ജേർണലിൻ്റെ ഫൗണ്ടേഴ്സ് ടേബിളിലുള്ളത്. വെൽക്കം. താങ്ക് യു സോ മച്ച്. ബഡ്ജറ്റ് ഹോം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഒരു ചെറിയ വീട് എന്നുള്ളൊരു സങ്കല്പമാണ്. ശരിക്കും ഈ ബഡ്ജറ്റ് ഹോം എന്നുള്ളതിൻ്റെ ഒരു ആശയം എന്താണ്? പലപ്പോഴും ആൾക്കാർ നമ്മുടെ ഓഫീസിൽ കൂടുതൽ വിളിക്കുന്ന ആൾക്കാരും ചോദിക്കുന്ന ആദ്യത്തെ കാര്യം തന്നെയാണ് ഈ പറയുന്നത് ചെറിയ ബഡ്ജറ്റിൽ വീട് ചെയ്യുക എന്നുള്ളത് ഒരു ആശയമാണ്. എന്നാൽ എൻ്റെ ഒരു കൺസെപ്റ്റല്ല, ഞാൻ ആൾക്കാരോട് പറയുന്നൊരു കാര്യം വെച്ചാൽ അവരുടെ കയ്യിൽ എത്ര ബഡ്ജറ്റ് ഉണ്ടോ അതിനുള്ളിൽ നിന്നുകൊണ്ടൊരു വീട് ചെയ്യുക. അതിനെയാണ് നമ്മൾ വിത്തിൻ ദാറ്റ് ബഡ്ജറ്റ് ആ വീട് ചെയ്യുക. കാരണം 50 ലക്ഷം രൂപ കയ്യിലുള്ള ഒരാൾക്ക് 50 ലക്ഷം രൂപയുടെ വീടാണ് ആവശ്യം. 5 ലക്ഷം രൂപ കയ്യിലുള്ള ഒരാൾക്ക് 5 ലക്ഷം രൂപയുടെ വീടാണ് ആവശ്യം. അപ്പോൾ അങ്ങനെ വിത്തിൻ ദാറ്റ് ബഡ്ജറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട്. അല്ലാതെ ചെറിയ വീട് വെക്കുക അങ്ങനെയല്ലല്ലോ. അല്ല, ഒരിക്കലും അങ്ങനെയല്ല. വിത്തിൻ ദാറ്റ് ബഡ്ജറ്റ് ആ പ്രൊജക്ട് തീർക്കാൻ വേണ്ടി പറ്റണം. അതാണ് ബഡ്ജറ്റ് ഹോം എന്ന് തന്നെ. ഇപ്പം നമ്മൾ ഒരു വീട് വെക്കാനായിട്ട് ഇപ്പോൾ നന്ദുവിൻ്റെ അടുത്ത് ഒരാൾ വരികയാണെങ്കിൽ നന്ദു എന്തായിരിക്കും ആദ്യം ചോദിക്കുന്നത്? ആദ്യം നിങ്ങളുടെ കയ്യിൽ എത്ര ബഡ്ജറ്റ് ഉണ്ടെന്നാണോ ചോദിക്കുന്നത്, അതോ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണോ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ ബഡ്ജറ്റ് ഒരു ഘടകം തന്നെയാണ്. ആദ്യമേ നമ്മൾ അവരെ കേൾക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് പറയാനായിട്ടുള്ള. കാരണം ഓരോരുത്തർക്കും ഇപ്പോഴത്തെ ഒരു ന്യൂജൻ ആയിട്ടുള്ള വരുന്ന കൂടുതൽ ആൾക്കാർ എന്നെ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരു 25 to 35, 40 ആൾക്കാരാണ് കൂടുതലായിട്ട് കോൾ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന ആൾക്കാർ കൂടുതൽ ഇൻസ്റ്റാഗ്രാം ത്രൂ ആയിരിക്കും മെസ്സേജസ് ഒക്കെ അയച്ചിട്ട് വരുന്നവർ. കുറേ റീൽസ് ആയിരിക്കും ആദ്യമേ ഷെയർ ചെയ്യുന്നത്. എന്നിട്ട് ചോദിക്കുന്നത് ഇങ്ങനത്തെ ഒരു വീട് ചെയ്യാനായിട്ട് എത്ര രൂപ ബഡ്ജറ്റ് വരും എന്നുള്ളതാണ് ആദ്യം അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് അവരോട് എടുത്ത് ചോദിക്കുന്നത് വെച്ചാൽ ഓക്കെ നിങ്ങളുടെ റിക്വയർമെൻ്റ് ഒക്കെ ഏകദേശം ഒരു ധാരണയൊക്കെ നമുക്ക് മനസ്സിലായി. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രോപ്പർട്ടി ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം നമ്മൾ റേസ് ചെയ്യുന്നത്. കാരണം നമ്മൾ പ്രോപ്പർട്ടി അക്വയർ ചെയ്തല്ലേ പ്രോപ്പർട്ടി വാങ്ങിയിട്ട് നമ്മൾ വീട് വെച്ച് കൊടുക്കുന്ന ടേൺ കീ ആയിട്ടുള്ള പ്രോജക്ട്സ് അല്ല നമ്മൾ ചെയ്യുന്നത്. പ്രോപ്പർട്ടി ഉള്ളവർക്ക് അവരുടെ സൈറ്റിലേക്ക് വീടുകൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള സപ്പോർട്ടാണ് നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിഷ്യലി തന്നെ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കും അവർക്ക് പ്രോപ്പർട്ടി അവൈലബിൾ ആണോ, അപ്പോൾ എത്ര സെൻറ്റ് സ്ഥലമുണ്ട്, പിന്നെ അവരുടെ ബഡ്ജറ്റിനെ പറ്റി തന്നെയാണ് ആദ്യം നമ്മൾ സംസാരിക്കുന്നത്. കാരണം വെച്ചാൽ ഒരു കസ്റ്റമർ വീട് പണിയാൻ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പം 25 ലക്ഷം രൂപ ബഡ്ജറ്റുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് നമ്മൾ പ്ലാൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് അതൊരു 20 ലക്ഷം രൂപ ബഡ്ജറ്റിനകത്ത് പ്ലാൻ ചെയ്താലാണ്. കാരണം പണി നടക്കുന്ന സമയത്ത് അവർക്ക് ചെറിയ ചെറിയ സജഷൻസ് ആണെങ്കിൽ പോലും ചിലപ്പോൾ അത് 1 ലക്ഷം 2 ലക്ഷം വെച്ചിട്ടുള്ളൊരു ഡിഫറൻസസ് ടോട്ടൽ ബഡ്ജറ്റിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഇനിഷ്യലി തന്നെ നമ്മൾ അവരുടെ അടുത്ത് ചോദിക്കും മാക്സിമം സ്ട്രെച്ചബിൾ ബഡ്ജറ്റ് എത്രയാണ്. ചിലർക്ക് 30 വരെ പോകാൻ വേണ്ടി പറ്റുമായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മളതിൻ്റെ പ്ലാൻ വരയ്ക്കുന്നതും നമ്മളതിൻ്റെ ഡിസൈൻസ് ചെയ്യുന്നതും നമ്മളതിൻ്റെ മെറ്റീരിയൽസിനെ പറ്റിയിട്ടുള്ള ചേഞ്ചസ് വരുന്നത്. മെറ്റീരിയൽസ് മാറുന്നതിനനുസരിച്ചാണ് കോസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് വീടുകളുടെ. അപ്പം അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്.
അല്ല, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇന്നൊരു ബഡ്ജറ്റിൽ നമ്മളൊരു ചെറിയ വീടാണ് വെച്ചതെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നെ ലേറ്റർ സ്റ്റേജിൽ അതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കൂടുതലാകുന്ന ഒരു സാഹചര്യം വന്നാൽ അങ്ങനെയും വരാമല്ലോ. അപ്പോൾ അതിന് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പം ഇനിഷ്യൽ കോസ്റ്റിനെയും ഈ മെയിൻ്റെനൻസ് കോസ്റ്റിനെയും എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഈ പറയുന്നുണ്ട്, ഞാൻ 2021 ചെയ്തേക്കുന്ന ഒരു 7 ലക്ഷം രൂപയുടെ ഒരു 2 നില വീടുണ്ടായിരുന്നു. ഇപ്പോൾ 2026 ആയി. ഇപ്പോഴും നിലവിൽ ആ വീടിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മളൊരിക്കലും മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്ത, വാറണ്ടി ഇല്ലാത്ത പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല നമ്മൾ കൺസ്ട്രക്ഷൻസ് നടത്തുന്നത്. ഫസ്റ്റ് കാര്യം, ഫോർമോസ്റ്റ് കാര്യം നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ പേഴ്സണലി സംബന്ധിച്ച് ഞാനൊരു വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അടുത്തൊരു 5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞ് നമ്മളുടെ കമ്പനിയുടെ ഗ്രോത്തിൻ്റെ ഉള്ള സമയത്ത്, അന്ന് ഈ പറയുന്നത് 10 വർഷം മുമ്പേ നമ്മൾ ചെയ്തേക്കുന്ന ഒരു വീടിന് ഡാമേജ് വന്നാൽ അന്ന് നമ്മളുടെ നെയിമിന് ഡാമേജ് സംഭവിക്കുന്നതിന് തുല്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്പെസിഫിക്കലി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്തിട്ടേ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യത്തുള്ളൂ. പിന്നെ എല്ലാ മെറ്റീരിയൽസും, ഇപ്പം ചിലർ പറയും ഇപ്പോൾ ടെമ്പററി ആയിട്ട് 2 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു വീട്, നമ്മളത് കഴിയുമ്പോൾ വലിയൊരു വീട് വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് വി ബോർഡും സിമെൻറ്റ് ബോർഡ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻസാണ് ജനറലി ചെയ്ത് കൊടുക്കാറുള്ളത്. ഇപ്പോൾ 7 ലക്ഷം രൂപയുടെ ആ 2 നില കെട്ടിടമാണല്ലോ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം 7 ലക്ഷം രൂപയുടെ ഒരു വീടെന്ന് പറയുമ്പോൾ സാധാരണ നമ്മളൊരു സ്ക്വയർ ഫീറ്റിന് 2000 രൂപയല്ലേ? 2000 രൂപ. അപ്പോൾ ഏകദേശം ഒരു മൊത്തം എത്ര, ഒരു 500 സ്ക്വയർ ഫീറ്റ് കാണും, 550 സ്ക്വയർ ഫീറ്റ് കാണും. അപ്പോൾ നമ്മൾ ഈ 550 സ്ക്വയർ ഫീറ്റിൽ എത്ര ബെഡ്റൂം, കിച്ചൺ, ടോയ്ലറ്റ്, അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ എങ്ങനെയാണ്, ഇതിനെല്ലാത്തിനെയും കൂടെ എങ്ങനെയാണ് അതിനകത്ത് ഒക്കുപേ ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, നമ്മളിപ്പോൾ ആ പ്രോജക്റ്റ് നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത് തന്നെ ഇനിഷ്യലി തന്നെ ക്ലയൻറ്റ് ഒരാൾക്ക് വെച്ച് കൊടുക്കുന്ന വീടായിരുന്നു, സ്പോൺസർ ചെയ്ത് കൊടുക്കുന്ന വീടായിരുന്നു, വീടില്ലാത്ത ഒരാൾക്ക്. അപ്പോൾ പഴയ ഒരു ഷെഡ് പോലുള്ള ഒരു വീടായിരുന്നു. നമ്മളത് കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ടോട്ടൽ ഒരു അച്ഛനും അമ്മയും ഒരു മകളും വരുന്നുള്ളത്. അപ്പോൾ തന്നെ അവർക്ക് മിനിമലായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ 2 ബെഡ്റൂം വേണം. അച്ഛനും അമ്മയ്ക്ക് ഒരു റൂം, മകൾക്ക് വേറൊരു റൂം എന്ന് പറഞ്ഞാൽ 2 റൂംസ് ആയിരുന്നു വേണ്ടത്. പിന്നെ നമ്മൾ അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചെറിയൊരു സിറ്റ് ഔട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു ലിവിംഗ് കം ഡൈനിങ് ഏരിയ കം കിച്ചൺ, ഒരു ഓപ്പൺ കിച്ചൺ ആയിരുന്നു നമ്മളവിടെ ചെയ്തിട്ടുള്ളത്. 2 ബെഡ്റൂംസും ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ചെയ്തത്. അങ്ങനെ ബേസിക് അമ്യൂണിറ്റീസ് യൂസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മളങ്ങനെ വർക്ക് ചെയ്തത്. അപ്പം അതിൽ തന്നെ ഒരു 550 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു വീടിൻ്റെ പ്ലാൻ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇനിഷ്യൽ ലെവലിൽ തന്നെ നമ്മളൊരു 7, 8, 9, 10 പ്ലാൻസോളം വർക്കൗട്ട് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഏതാണോ ആ ഒരു പ്ലാനാണ് നമ്മൾ എക്സിക്യൂഷനിലേക്ക് പോകുന്നത്. പലപ്പോഴും ഇവിടെ നാട്ടിലുള്ളൊരു ഒരു മിത്തായിട്ട് ആൾക്കാർ കരുതുന്ന ഒരു കാര്യം വെച്ചാൽ ആർക്കിടെക്ട്സ് പൊതുവെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, ആർക്കിടെക്ട്സിൻ്റെ ചാർജസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മൾ പക്ഷേ ഇപ്പോൾ ഒരു വീടിൻ്റെ പ്ലാൻ അല്ലെങ്കിൽ ഒരു സൈറ്റ് പ്ലാൻ നമ്മളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് നമ്മൾ നോക്കും. ചിലപ്പോൾ 5, 10, 15, 20 പ്ലാനുകൾ വരച്ചിട്ട് കസ്റ്റമറുമായിട്ടുള്ള ഡിസ്കഷൻ സമയത്ത് 1, 2 പ്ലാനുകൾ മാത്രമേ നമ്മൾ പ്രസൻറ്റബിൾ ആയിട്ടുള്ള സാധനം മാത്രമല്ല ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള പ്ലാൻസ് മാത്രമേ നമ്മൾ ജനറലി കാണിക്കാറുള്ളൂ. കാരണം ഇങ്ങനെ ഡിസൈനിനകത്ത് പ്രോസസ്സ് പോകുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ പറയുന്ന 2 റൂം മതിയോ, അല്ലാതെ ഇനിഷ്യലി തന്നെ ഒക്കെ 2 റൂമോ ഒരു ബാത്റൂമോ ആണ് എനിക്ക് വേണ്ടതെന്നല്ല. ചിലപ്പോൾ നമ്മൾ ഒരു സ്പേസ് വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കൊക്കെ ഇവിടെ നമുക്ക് വേറൊരു ഡൈനിങ് സ്പേസ് അക്കോമഡേറ്റ് ചെയ്യാം, ഇവിടെ വേറൊരു പേഷ്യോ സ്പേസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ വാഷ് ഏരിയ നമുക്ക് ഇവിടേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ വേരിയേഷൻസ് വരുന്നതെല്ലാം നമ്മൾ ഈ പറയുന്ന ഡിസൈൻ പ്രോസസ്സ് പോകുമ്പോഴാണ്. അപ്പം അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ നെറ്റിൽ നിന്നൊരു പ്ലാൻ എടുത്തിട്ട് ആ പ്ലാനും ഒരു 3D വെച്ചിട്ട് എക്സിക്യൂഷനിലേക്ക് പോകുമ്പോൾ ഒരിക്കലും ഒരു വീട് അങ്ങനെ നമുക്കൊരു പ്ലാനും ഒരു 3D മാത്രം വെച്ചുകൊണ്ട് എക്സിക്യൂഷനിലേക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. നമുക്കതിന് ക്വാണ്ടിറ്റി എടുക്കണം. ഇപ്പോൾ ഒരു ഭിത്തിയുടെ പൊക്കം അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെക്ഷൻ ഡ്രോയിങ് നമ്മൾ പറയാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു തണ്ണിമത്തങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിന് ഓവറോൾ ആയിട്ടിരിക്കുന്ന 2ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ നോക്കുന്നതാണ് അതിൻ്റെ സെക്ഷൻ. അപ്പോഴേ നമുക്ക് അതിന് ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഉള്ളിൽ എന്താണോ ഉള്ളതെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ അളവുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ക്വാണ്ടിറ്റി സർവേ നമ്മൾ നടത്തുന്നത്. അപ്പോൾ അതേപോലെയാണ് നമ്മളിപ്പോൾ ഒരു ഭിത്തി കെട്ടുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഭിത്തി നമ്മൾ കണ്ടു, തേച്ച് ഭിത്തിയാണ്. ആ ഭിത്തി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭിത്തിയുടെ കനം എത്ര ഉണ്ടെന്ന് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര സെൻറ്റിമീറ്ററാണ് പ്ലാസ്റ്ററിങ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കണം. അതിനകത്തുള്ള ഇന്റേണൽ പ്ലാസ്റ്ററിങ്, അകത്തെ പ്ലാസ്റ്ററിങ് ആണ്. അതേപോലെ പുറത്തെ പ്ലാസ്റ്ററിങ് ഇപ്പോൾ എത്രയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ അകത്തെ കട്ടയുടെ സൈസ് പോലും നമുക്ക് അറിയാൻ വേണ്ടി പറ്റണം. എത്ര തിക്നെസ്സിലെ കട്ട. ഇപ്പം 4 ഇഞ്ചിൻ്റെ കട്ട എന്ന് വെച്ചാൽ 10 സെൻറ്റിമീറ്ററിൻ്റെ കട്ടയാണ്, 6 ഇഞ്ചിൻ്റെ കട്ട എന്ന് വെച്ചാൽ 15 സെൻറ്റിമീറ്ററിൻ്റെ കട്ടയാണ്, 8 ഇഞ്ചിൻ്റെ കട്ട എന്ന് വെച്ചാൽ 20 സെൻറ്റിമീറ്റർ കട്ടയാണ്. അപ്പം കാണുമ്പോൾ വിഷ്വലി നമ്മൾ കാണുമ്പോഴത്തേക്ക് അത് 5 സെൻറ്റിമീറ്ററാണോ 10 സെൻറ്റിമീറ്ററോ 15 സെൻറ്റിമീറ്ററോ എന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ വാൾ തിക്നെസ് പോലും നമ്മൾ തീരുമാനിക്കും. പിന്നെ എല്ലാ വാൾസും നമുക്ക് ഒരേ സൈസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതതിൻ്റെ സ്ട്രക്ചറൽ ഡ്രോയിങ് അനുസരിച്ചിട്ട് അതിനകത്ത് വ്യത്യാസങ്ങളുണ്ട്. നമ്മളിപ്പോൾ പലപ്പോഴും കാണുന്ന അപ്പാർട്ട്മെൻറ്റുകൾ, ഹൈ റൈസ് ബിൽഡിങ്സുകളാണ്, അതിനകത്ത് കംപ്ലീറ്റ് ലോഡ് ബെയറിംഗ് എന്ന് വെച്ചാൽ അതിൻ്റെ തൂണുകളായിട്ടുള്ള പില്ലേഴ്സും അതിൻ്റെ ബീംസുമാണ് അതിൻ്റെ ലോഡ് കംപ്ലീറ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്ത് നിർത്തിയേക്കുന്നത്. പക്ഷേ ഇടയ്ക്കുള്ള വാൾസ് കംപ്ലീറ്റ് അവർ കൺസ്ട്രക്ട് ചെയ്യുന്നത് കൂടുതലും 10 സെൻറ്റിമീറ്റർ ബ്രിക്ക് വെച്ചിട്ടാണ്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു വീട് നമ്മൾ 10 സെൻറ്റിമീറ്റർ ബ്രിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ഇതല്ല നമുക്ക് വേണ്ടേ, നമുക്ക് 8 ഇഞ്ചിൻ്റെ കട്ട, 20 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 23 സെൻറ്റിമീറ്റർ തിക്നെസ്സിലെ വാൾ വേണം. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് നമ്മൾ കോളംസും ബീംസും കൊടുക്കാതെ ചെയ്യുന്നതുകൊണ്ടാണ്. ആ ലോഡ് താങ്ങാവുന്നത് ഭിത്തിയാണ്.
അപ്പാർട്ട്മെൻറ്റിൻ്റെ കേസിനകത്ത് ലോഡ് തന്നത് പില്ലേഴ്സും ബീംസും ആണ്. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനത്തെ ഓരോരോ വേരിയേഷൻസ് ആണ് വരുന്നത്. ആർക്കിടെക്ട്സിനെ കുറിച്ച് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത് ഈ പൈസക്കാരാണ് പൊതുവെ ആർക്കിടെക്ട്സിനൊക്കെ നിയമിക്കുന്നത്. ഒരു മിഡിൽ ക്ലാസ് ലെവലുള്ളവർക്കൊന്നും അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ മിഡിൽ ക്ലാസ് ലെവലിലുള്ളവരൊക്കെ സിവിൽ എഞ്ചിനീയറിനെ കൊണ്ട് തന്നെ പ്ലാൻ വരപ്പിച്ചാൽ പോരെ. ഈ ആർക്കിടെക്റ്റ് ഒക്കെ വലിയ ലക്ഷറി സെറ്റപ്പോ വീടൊക്കെ വെക്കുന്നവർക്കല്ലേ ഈ ആർക്കിടെക്റ്റിന്റെ അടുത്തൊക്കെ പോകുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ചിന്താഗതിയുള്ള ആൾക്കാരോട് എന്താ പറയാനുള്ളത് ഒരു ആർക്കിടെക്റ്റ് എന്നുള്ള നിലയിൽ? ഓക്കെ, ശരി, നല്ലൊരു ചോദ്യമാണ് അങ്ങനെ ചോദിച്ചത്. എനിക്കത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം BArch എന്ന് പറയുന്ന കോഴ്സാണ്. ആർക്കിടെക്ട്സ് എന്ന് പറഞ്ഞാൽ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ. ഇപ്പം മെഡിക്കൽ കൗൺസിൽ ആണ് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് സർട്ടിഫൈ ചെയ്യുന്നത് തൊട്ട് കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ COA എന്ന് പറയും, ഡൽഹി ആസ്ഥാനമായിട്ടുള്ള മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അണ്ടറിലുള്ള കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ 1972 ഒരു പാർലമെന്റിൽ അമെൻഡ് ചെയ്തേക്കുന്ന ഒരു ആർക്കിടെക്ട്സ് അമെൻമെന്റ് ആക്ട് ഉണ്ട്. ആ ആക്ട് പ്രകാരം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ആർക്കിടെക്ട്സ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റുക. എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് പേരിന് മുമ്പ് DR യൂസ് ചെയ്യുന്നോട്ട് ആർക്കിടെക്ട്സ് പേരിന് മുമ്പ് AR എന്ന് യൂസ് ചെയ്യും ആർക്കിടെക്ട്സ്. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ വന്നേക്കുന്ന സമയത്തൊക്കെ തന്നെ പല ആൾക്കാരും അവരവരുടെ പ്രൊഫൈലിലും ബയോയിലും ഒക്കെ ആർക്കിടെക്റ്റ് എന്ന് പറഞ്ഞിട്ട് റെഫർ ചെയ്തിടാറുണ്ട്. അപ്പം ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു പ്രധാന പ്രശ്നം വെച്ചാൽ ആർക്കിടെക്റ്റ് ആരാ, സിവിൽ എഞ്ചിനീയർ ആരാ, ITI സിവിൽ പഠിച്ച ആൾക്കാർ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ 3D സോഫ്റ്റ്വെയർ ചെയ്യാൻ അറിയാവുന്ന ആർക്കിടെക്റ്റ് ആണോ? അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യത്തിനകത്ത് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ബേസിക്കലി ആർക്കിടെക്റ്റ് ആയിട്ട് പഠിച്ചു വരുന്ന ആൾക്കാരെന്ന് വെച്ചാൽ മോസ്റ്റ്ലി BArch കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ്. BArch എന്ന് വെച്ചാൽ 5 വർഷ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ്. BTech സിവിൽ എന്ന് വെച്ചാൽ 4 വർഷ പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സാണ്. അപ്പം ഇതിൽ തമ്മിലുള്ള വേരിയേഷൻസ് എന്താണെന്ന് വെച്ചാൽ 5 വർഷം പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സ് ആർക്കിടെക്ട്സ് പഠിക്കുന്ന ആർക്കിടെക്ട്സും 5 വർഷവും ഡിസൈനിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ കോളേജിൽ പഠിച്ച സമയത്ത് ഫസ്റ്റ് ഇയറിൽ ആദ്യമായിട്ട് വർക്ക് ചെയ്യേണ്ട ഫസ്റ്റ് സെമസ്റ്ററിൽ ഉള്ളൊരു പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ജ്യൂസ് കടയായിരുന്നു. ജ്യൂസ് കട. അതിന് നമുക്ക് സ്പെസിഫിക്കലി ഇപ്പോൾ കോട്ടയത്ത് നാഗമ്പടത്ത് നമുക്കൊരു സൈറ്റ് തന്നു. ആ സൈറ്റിൽ ഒരാൾക്ക് ഡിസൈൻ ചെയ്തു. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ 33 പേരുണ്ടായിരുന്നു. 33 പേരും ഈ സൈറ്റിനകത്ത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ള ജ്യൂസ് കട ഡിസൈൻ ചെയ്യുക. രണ്ടാമത്തെ സെമസ്റ്റർ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വന്നു വെച്ചാൽ ഒരു 100 കുട്ടികൾക്കുള്ള ഒരു കിൻഡർ ഗാർഡൻ സ്കൂളായിരുന്നു തന്ന പ്രൊജക്റ്റ്. അപ്പം ലൈവ് പ്രൊജക്ട്സ് ആണ് നമുക്ക് തരുന്നത്. ലൈവ് സൈറ്റും തരും, 100 കുട്ടികളുടെ റിക്വയർമെൻറ്റ് തരും. അപ്പോൾ നമ്മളെന്താ ചോദിച്ചാൽ ഇപ്പോൾ ഈ ഒരു ജ്യൂസ് കട അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്കൂൾ കാണുമ്പോഴത്തേക്ക് നമ്മളതിന് കേസ് സ്റ്റഡീസിന് പോകും. കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല. അപ്പോൾ 100 കുട്ടികളുടെ സ്കൂള് അല്ലെങ്കിൽ ഒരു ജ്യൂസ് കട എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സ്പേസ് പോയിട്ട് ലൈവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ലൈവ് കേസ് സ്റ്റഡീസ് നടത്തും. ലൈവ് കേസ് സ്റ്റഡീസ് എന്ന് വെച്ചാൽ മറ്റുള്ള നന്നായിട്ട് നല്ല രീതിയിൽ വേറെ ആർക്കിടെക്ട്സ് ഡിസൈൻ ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകൾ പോയിട്ട് നമ്മൾ അതിനെ ഡോക്യുമെൻ്റ് ചെയ്ത് അതിൻ്റെ ഡിസൈൻ നമ്മളിവിടെ കൊണ്ടുവരും. ഇതുപോലെ നമ്മൾ ലിറ്ററേച്ചർ സ്റ്റഡി എടുക്കും. എന്ന് വെച്ചാൽ നെറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നമുക്ക് നേരിട്ട് പോയി കാണാൻ വേണ്ടി പറ്റാത്ത ആയിട്ടുള്ള ബിൽഡിങ്ങുകളെ പറ്റിയിട്ടുള്ള റെഫറൻസും കൊണ്ട് നമ്മൾ സ്റ്റഡീസ് ആയിട്ട് എടുത്തിട്ട് ഈ ലൈവ് കേസ് സ്റ്റഡിയും ലിറ്ററേച്ചർ കേസ് സ്റ്റഡിയും വെച്ചിട്ട് ഇത് കൂടാതെ നാഷണൽ ബിൽഡിംഗ് കോഡ്, കേരള മുനിസിപ്പൽ ബിൽഡിംഗ് കോഡ് അല്ലെങ്കിൽ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസിനകത്ത് മിനിമം ഒപ്റ്റിബിൾ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലേക്ക് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് കേരള NBCക്കകത്ത് അല്ലെങ്കിൽ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റോഡിൽ പറയുന്നത് സ്റ്റെയർ കേസിൻ്റെ വീതി വേണ്ടത് 120 ആണ്, 120 സെൻറ്റിമീറ്ററാണ് റൂൾ പ്രകാരം പെർമിറ്റിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ബുക്കിനകത്ത് നോക്കി നമ്മൾ ആ 120 സെൻറ്റിമീറ്റർ പഠിക്കണം. ഓൾറെഡി നേരത്തെ ചെയ്തേക്കുന്ന സ്ഥലത്ത് 120 സെൻറ്റിമീറ്റർ ഉണ്ടോ, അത് അവിടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്, അത് വേറെ സംസ്ഥാനത്താണോ കേരളത്തിൽ തന്നെയാണോ ലൈവ് കേസ് സ്റ്റഡി. ചിലപ്പോൾ ഡൽഹി പോയിട്ടായിരിക്കും കേസ് സ്റ്റഡി ചെയ്തേക്കുന്നത്. അപ്പോൾ ഡൽഹിയിലെ റൂൾസ് ആയിരിക്കത്തില്ല, കേരള മുനിസിപ്പൽ റൂൾ കേരളത്തിൽ മാത്രമുള്ളത്. അപ്പോൾ അവിടെ NBCയുടെ കോഡാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മളൊരു ഡിസൈനിലേക്ക് നമ്മളൊരു ഇൻഫറൻസിലേക്ക് എത്തും. എന്ന് വെച്ചാൽ ലൈവ് കേസ് സ്റ്റഡി ചെയ്യുന്നു, ലിറ്ററേച്ചർ കേസ് സ്റ്റഡി ചെയ്യുന്നു, നമ്മൾ ഈ പറയുന്ന ബിൽഡിംഗ് റൂൾസ് പ്രകാരമുള്ള റൂൾസ് നമ്മൾ എടുക്കുന്നു, എന്നിട്ട് നമ്മളൊരു ഇൻഫറൻസിലേക്ക് എത്തിയിട്ട് അതനുസരിച്ചാണ് നമ്മൾ പുതിയൊരു ഡിസൈനിലേക്ക് പോകുന്നത്. അല്ല, ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു സിവിൽ എഞ്ചിനീയർ ചെയ്യില്ല. അല്ല, സിവിൽ എഞ്ചിനീയർ ചെയ്യില്ല എന്നല്ല ഞാൻ പറഞ്ഞ ആർക്കിടെക്ചർ സിലബസിനെ പറ്റി ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം 100 കുട്ടികൾക്കുള്ള സ്കൂളാവുന്നു, പിന്നെ അതൊരു വീട് വരുന്നു, അതിനുശേഷം അപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഒരു മെഡിക്കൽ കോളേജ് പ്രൊജക്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ഒരു ആർക്കിടെക്റ്റിൻ്റെ ഓഫീസിൽ 1 വർഷം ഇൻറ്റേൺഷിപ്പ് ചെയ്യുവാണ്. ഒരു BArchൻ്റെ സ്റ്റുഡൻറ്റ് ഒരു ഓഫീസിൽ ലൈവ് പ്രൊജക്റ്റിൽ പോയി കോളേജിൽ നിന്ന് തന്നെ ഇൻറ്റേൺ ആയിട്ട് പോയിട്ട് വർക്ക് ചെയ്തുള്ള എക്സ്പീരിയൻസ് എടുത്തിട്ട് ഫൈനൽ ഇയറിൽ ഒരു തീസിസ് പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ ഈ തീസിസ് പ്രൊജക്റ്റ് എന്ന് വെച്ചാൽ ഇത്രയും വർഷം ഈ 4 വർഷം ഈ ഓഫീസ് എക്സ്പീരിയൻസോടെ കഴിഞ്ഞിട്ട് ലൈവായിട്ട് നാളെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്കുള്ള ഒരു തീസിസ് പ്രൊജക്റ്റ് നമ്മൾ ചെയ്തതാണ്. എൻ്റെ അന്നത്തെ ആ കാലത്തെ പ്രൊജക്റ്റായിരുന്നു മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ഡെബറ്റ് കായംകുളം എന്ന് പറഞ്ഞ് കായംകുളത്ത് ഒരു എലിവേറ്റഡ് ഹൈവേയും KSRTC ബസ് സ്റ്റേഷൻ, പ്രൈവറ്റ് ബസ് സ്റ്റേഷനൊക്കെ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ്. അപ്പം ആ പ്രൊജക്റ്റ് നമ്മൾ ചെയ്ത് പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ആർക്കിടെക്ട്സ് എല്ലാ സ്റ്റേജിലും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സെമസ്റ്റർ നടക്കുമ്പോൾ തന്നെ പല റിവ്യൂസ് ഉണ്ട്. പുറത്ത് പ്രാക്ടീസ് ചെയ്യുന്നു കോളേജിലെ അധ്യാപകർ ആർക്കിടെക്ട്സ് ആയിട്ടുള്ളവർ നമുക്ക് നമ്മളെ ഡിസൈൻ ഇങ്ങനെ പിന്നപ്പ് ചെയ്ത് ഭിത്തിക്ക് നമ്മൾ ഷീറ്റുകളെല്ലാം രാത്രി ഉറക്കമുള്ളച്ചിരുന്നൊക്കെ വരയ്ക്കുന്ന ഷീറ്റുകളെല്ലാം പിന്നപ്പ് ചെയ്ത് നോക്കി മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ ചില ഷീറ്റുകൾ സാറുമാർ വെട്ടിക്കളയും, ചില ഷീറ്റുകൾ സാറുമാർ കീറിക്കളയും.
എന്നിട്ടായിരിക്കും ഫൈനൽ സബ്മിഷൻ വരുമ്പോൾ വീണ്ടും ഈ ഷീറ്റ് വരച്ചുണ്ടാക്കേണ്ടി വരും. അപ്പം ആദ്യത്തെ തവണ എല്ലാം മാനുവലി ഡ്രാഫ്റ്റിംഗ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഫസ്റ്റ് 2 വർഷം നമ്മൾ പേനയും പേപ്പറും വെച്ച് സ്കെയിലും യൂസ് ചെയ്ത് വരയ്ക്കുക. പിന്നാണ് നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് കയറുന്നത്. അല്ല ആദ്യം തൊട്ടേ നമ്മൾ സോഫ്റ്റ്വെയർ വരച്ചുകൊണ്ടിരിക്കുക. അല്ല, അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ ആർക്കിടെക്ട് ചെയ്യുന്നത് ഡിസൈനാണ്. ഡിസൈനാണ്, അതായത് ഈ പ്ലാൻ വരയ്ക്കാന്നുള്ളതല്ലേ? പ്ലാൻ വരയ്ക്കാന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു വീട് പണിയുമെന്ന് വെച്ചാൽ ബേസിക്കലി പ്ലാൻ മാത്രം വെച്ചിട്ട് ഒരിക്കലും ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റത്തില്ല. അതിന് ടെക്നിക്കൽ ഡ്രോയിങ്സ് ഉണ്ട്. പ്ലാൻ വേണം, സെക്ഷൻ വേണം, ഇപ്പം ഞാൻ പറയാൻ കട്ട് ചെയ്തിട്ടുള്ള സെക്ഷൻ വേണം, എലിവേഷൻസ് വേണം, ഇലക്ട്രിക്കൽ ഡ്രോയിങ് വേണം, പ്ലംബിംഗ് ഡ്രോയിങ് വേണം. ഇതെല്ലാം നമ്മൾ കോളേജിൽ നിന്ന് ആർക്കിടെക്ട്സ് പഠിക്കുന്നുണ്ട്. സിവിലുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സെമസ്റ്ററിൽ മാത്രം 6 മാസത്തെ ഒരു സെമസ്റ്ററിൽ മാത്രമാണ് ഈ ഓട്ടോക്യാഡ് കൊണ്ട് ഒരു വീടിൻ്റെ ഒരു കെട്ടിടത്തിൻ്റെ പ്ലാൻ വരയ്ക്കാൻ അവർ പഠിക്കുന്നുള്ളൂ. ബാക്കി കൂടുതൽ അവർ പഠിക്കുന്ന ടെക്നിക്കാലിറ്റിയാണ്. അപ്പം നമ്മളൊരു ആർക്കിടെക്റ്റിന്റെ സേവനം ഇല്ലാതെ സിവിൽ എഞ്ചിനീയറിന്റെ സേവനം കൊണ്ട് മാത്രം ഒരു വീട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇപ്പം നിലവിലെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. ഡിപ്പെൻസ് ഓൺ ദ എക്സ്പീരിയൻസ്. ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന ഒരു ആർക്കിടെക്റ്റിന് വേണമെങ്കിൽ ഒരു ഫുള്ള് വീടിൻ്റെ ഡിസൈനും ഡ്രോയിങ്ങും സെറ്റ് ചെയ്യാം. അത് 5 വർഷം 10 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെ പോലെ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സിവിലുകാരെ സംബന്ധിച്ചിടത്തോളം സിവിലുകാർ ഒരാൾ പഠിച്ചിറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഒരിക്കലും ഒരു വീടിൻ്റെ പ്ലാൻ വെച്ചിട്ട് എക്സിക്യൂഷനിലേക്ക് പോകാൻ വേണ്ടി പറ്റത്തില്ല. കാരണം അവർക്ക് ഡിസൈൻ ഓപ്ഷൻസിനെ പറ്റിയിട്ട് അറിയത്തില്ല, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്പേസിൻ്റെ ക്വാളിറ്റിയെ പറ്റി അറിയത്തില്ല, പ്രോപ്പർ എയർ സർക്കുലേഷൻ അല്ലെങ്കിൽ വെന്റിലേഷൻസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ടാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെപ്പറ്റിയൊന്നും അവർക്ക് ധാരണയില്ല. കാരണം അവർ പഠിക്കുന്ന സിലബസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ എക്സിക്യൂഷൻ സൈഡാണ്. അപ്പോൾ ആർക്കിടെക്ട് വരയ്ക്കുന്ന ഡിസൈനെ സിവിൽ എഞ്ചിനീയർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എഞ്ചിനീയേഴ്സിൻ്റെ ആവശ്യമുള്ളത്. കാരണം ഇപ്പം സ്ട്രക്ചറൽ ഡ്രോയിങ് വരയ്ക്കുന്ന സ്ട്രക്ചറൽ എഞ്ചിനീയർ, അത് ബിടെക് സിവിൽ കഴിഞ്ഞതിന് ശേഷം സ്ട്രക്ചറിൽ എംടെക് എടുത്തേക്കുന്നവർ വേണം സ്ട്രക്ചറൽ ഡ്രോയിങ് വരച്ച് തരാൻ വേണ്ടി. നമ്മൾ പ്യുവർലി BR കഴിഞ്ഞാൽ MArch മാസ്റ്റേഴ്സ് ഇൻ ആർക്കിടെക്ചർ ചെയ്യാൻ അത് ചെയ്യുന്നത് പ്യുവർലി ഡിസൈൻ സൈഡിൽ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ആർക്കിടെക്ട്സ് ഇത്രയും എക്സ്പെൻസീവ് ആവാൻ കാരണം? ഓക്കെ അല്ല, അതിൽ ഇപ്പോൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ആർക്കിടെക്ട്സ് കേരളത്തിലല്ല ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ ഒരു സ്കെയിൽ ഓഫ് ചാർജസ് ഫീസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീടിൻ്റെ കേസാണ് ടോട്ടൽ എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റ് എത്രയാണോ, ടോട്ടൽ എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റ് അതിൻ്റെ 7.5% ആർക്കിടെക്റ്റിൻ്റെ ഫീസ് വരുന്നത്. ഇപ്പം നമ്മൾ ജനറലി ഇപ്പം സിവിലുകാരെ കൊടുക്കുമ്പോൾ ഇപ്പോൾ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ വിളിക്കുമ്പോഴും അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്ത് ഒരു ഗ്രൂപ്പിനകത്ത് ഒരു പോസ്റ്റ് കണ്ടത്, ആരോ ഒരാൾ വീടിൻ്റെ പ്ലാൻ വരച്ചു കൊടുക്കാൻ സ്ക്വയർ ഫീറ്റിന് 25 രൂപ ചാർജ് ചോദിച്ചു. അപ്പം എന്ന് വെച്ചാൽ 1000 സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ 25,000 രൂപ ചാർജ് ചോദിച്ചു. ഇത് ശരിയായിട്ടുള്ള ചാർജ് ആണോ എന്ന് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ചോദിച്ചിരിക്കുന്നു. താഴെ ഇങ്ങനെ ഒരു എനിക്കൊന്ന് 100-100ഓളം കമൻറ്റുകളുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ പലതും എടുത്ത് വെച്ച് വായിച്ചു നോക്കിയപ്പോഴും അത് കുഴപ്പമില്ല, അത് കൂടുതൽ 5 രൂപയ്ക്ക് ഞാൻ വരച്ച് തരാം, 10 രൂപയ്ക്ക് ഞാൻ വരച്ച് തരാമെന്ന് പറയുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചില സ്പേസുകളിൽ പോകുമ്പോൾ ഇപ്പം നമ്മൾ നല്ലൊരു ഹോട്ടലിൽ പോകുന്നു, അല്ലെ ഇപ്പോൾ നമ്മൾ ലുലു മാളിൽ പോകുന്നു. ലുലു മാൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ലുലു മാൾ ഓപ്പൺ ചെയ്തു. ലുലു മാളിലൊക്കെ വർക്ക് ചെയ്തേക്കുന്ന അല്ല, അതിൻ്റെ ഡിസൈൻ ചെയ്ത ഒരു ആർക്കിടെക്റ്റാണ്. നമ്മൾ ആ സ്പേസിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്പേസിൽ പോയി നിൽക്കുമ്പോൾ ആ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്നില്ല. അതൊരു സിവിൽ എഞ്ചിനീയർ ചെയ്തേക്കുന്നത്. എക്സിക്യൂഷൻ എന്ന സിവിൽ എഞ്ചിനീയേഴ്സാണ് ചെയ്തേക്കുന്നത്, ആർക്കിടെക്റ്റ് അല്ല. അപ്പം ഈ സ്പേഷ്യൽ ക്വാളിറ്റിയെ പറ്റി നമ്മൾ ഇരിക്കുന്ന പിന്നെ എന്ന് വെച്ചാൽ ഈ ആർക്കിടെക്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സ്പേസ് ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്പേസിലേക്ക് കയറി വന്ന സമയം തൊട്ട് ഇവിടുത്തെ പല എലമെൻറ്റ്സ് നമ്മൾ ഓൾറെഡി നോട്ടീസ്ഡ് രജിസ്റ്റേർഡാണ്. ചിലപ്പോൾ നാളെ ഒരു ഡിസൈൻ വരുന്ന സമയത്തൊക്കെ അവിടെ കണ്ടാൽ അത് ഭംഗിയുള്ളൊരു സാധനം, അതേപോലെ ഒരു സാധനം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം, അല്ല നമുക്കൊരു റെഫറൻസ് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ കേസ് സ്റ്റഡീസ് പോയി ഗ്രാസ്പ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഡിസൈനാണ് എപ്പോഴും നമ്മുടെ തലയിൽ. നമുക്ക് എന്തെങ്കിലും വി ഹാവ് ടു ബ്രിങ് സംതിങ് യുണീക്ക്. അല്ലാതെ ഞങ്ങൾ ഒരിക്കലും ആർക്കിടെക്ട്സ് ഒരിക്കലും ഒരു പൈസയ്ക്ക് വേണ്ടി മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് ആണ് ആൾക്കാർ കൂടുതലും ചിന്തിക്കുന്നത്. പലപ്പോഴും പല പ്രൊജക്ട്സിലും ആർക്കിടെക്ട്സ് ഇപ്പം എന്തുകൊണ്ട് ആർക്കിടെക്ചർ മേഖലയിൽ ഇങ്ങനെ ഒരു വ്യത്യാസം വരാൻ കാരണം എന്ന് വെച്ചാൽ പഠിച്ചിറങ്ങുന്ന പല വിദ്യാർത്ഥികളായിട്ടുള്ളവരും ഈ പറയുന്ന തൊട്ട് പ്ലാനും ഡിസൈനും ഒക്കെ ചെയ്ത് പലർക്കും കൊടുത്ത് അവരെല്ലാം ഫ്രീ സർവീസ് ആയിട്ട് ആൾക്കാർ അത് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. അവരെ സംബന്ധിച്ചിടത്തോളം അവർ അത്ര എഫേർട്ട് ഇട്ടിട്ട് കൊടുക്കുന്ന ഒരു സാധനത്തിനെ ഫ്രീ ആക്കി ചെയ്തു കൊടുക്കും. പിന്നെ പലരെ കൊണ്ട് വരപ്പിച്ച് നോക്കിയിട്ട് ബെസ്റ്റ് ഏതാ അതിന് ചെയ്യാൻ തുടങ്ങും. ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഞാൻ അപ്ഫ്രണ്ട് തന്നെ സൈറ്റ് വിസിറ്റിന് ഞാൻ പേയ്മെൻറ്റ് ചാർജ് ചെയ്യും. എൻ്റെ ഓഫീസിലേക്ക് വിളിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായിട്ട് പറയും ടോട്ടൽ ബഡ്ജറ്റിൽ നമ്മൾ ആ പൈസ കുറച്ച് കൊടുക്കാം. അത് ഡിപ്പെൻഡ്സ് ഓൺ സ്ഥലം അനുസരിച്ച് വ്യത്യാസം. എനിക്കൊരു ഫിൽട്രേഷൻ പ്രോസസ്സാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ദിവസത്തെ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒരു കസ്റ്റമറെ സൈറ്റിലേക്ക് ഞാൻ പോയിട്ട് ഞാൻ അവിടെ ചെന്ന് അവരുടെ വീട് റെനോവേറ്റ് ചെയ്യാനുള്ള വീടാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ വസ്തു ഞാൻ പോയി കണ്ടിട്ട് എൻ്റെ വാഹനത്തിന് ഞാൻ ഡീസൽ അടിച്ച് എൻ്റെ ഓഫീസിൽ 2-3 ഞാൻ സാലറി കൊടുക്കുന്ന സ്റ്റാഫിനെയും വിളിച്ചുകൊണ്ട് എൻ്റെ വേറെ പ്രൊജക്റ്റ് വർക്ക് ചെയ്യേണ്ട ആൾക്കാരെ വിളിച്ച് ഞാൻ അവിടെ ചെന്ന് ഞാൻ ഇൻപുട്ട് കൊടുക്കുകയാണ്. അപ്പം അവർ ആ പ്രൊജക്റ്റ് ചെയ്യാനല്ലയോ എന്ന് പോലും അറിയത്തില്ല. അപ്പോൾ പലപ്പോഴും ഇപ്പം ചിലർ വിളിച്ച് പറയും 10 ലക്ഷം രൂപ, നമ്മൾ വെറുതെ സമയം ഇപ്പം ചെയ്തില്ല എന്നേ ഉള്ളൂ. നമ്മളെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരെ അല്ലെ നമ്മളെ പേ ചെയ്ത് നമ്മളെ വിളിക്കുന്ന ആൾക്കാരുടെ സൈറ്റുകളാണ് നമ്മൾ പോയിട്ട് കാണത്തുള്ളൂ. അല്ലാതെ ഇപ്പം നമ്മൾ എല്ലാ പ്രൊജക്ട്സും നമുക്ക് ഈ നാട്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല.
ഇവിടെ 360 ഡിഗ്രി ഒരു ചേഞ്ച് നമുക്ക് ഓൾ ഓഫ് എ സഡൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റത്തില്ല. ഇപ്പം ഒന്നും വേണ്ട, നാട്ടിലിപ്പം സിമ്പിൾ ആയിട്ട് ഒരു മതിലിന്റെ വർക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അങ്ങ് ആരും ആർക്കിടെക്റ്റിനെ ചോദിക്കുന്നുണ്ടോ, അവിടെ അടുത്തുള്ളൊരു മേസ്തരിയെ വിളിച്ചിട്ട് മതിൽ പണിയിപ്പിക്കുമല്ലേ. എന്നാൽ ആ മതിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിന്റെ ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻ, അതിന്റെ ഒരു ഡിസൈനെ പറ്റി ആൾക്കാർ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർക്ക് ഈ പറയുന്നോട്ട് ആദ്യം പറയുന്ന റേറ്റിലല്ല അവസാനം പോയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ വേരിയേഷൻസ് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. പിന്നെ ഇതാണ് ഒരു ബേസിക് നീഡല്ലേ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ ആർക്കിടെക്ട്സിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിടെക്ട്സ് ഒരു പ്രൊജക്റ്റ് വർക്ക് ചെയ്ത സാധനം എടുത്ത് അടുത്ത പ്രൊജക്റ്റ് കൊടുക്കുക. അല്ലെ ഒരു പ്ലാൻ തന്നെ 1000 സ്ക്വയർ ഫീറ്റ് വീട് ഇപ്പം ഞാൻ മേഡത്തിന് വേണ്ടി വർക്ക് ചെയ്ത് തരുന്നു, അടുത്തൊരു കസ്റ്റമർ 1000 സ്ക്വയർ ഫീറ്റ് വയ്ക്കാൻ മേഡത്തിൻ്റെ പ്ലാൻ എടുത്ത് അവിടെ കൊടുത്ത് പൈസ മേടിക്കുകയല്ല ചെയ്യുന്നത്. മേഡത്തിൻ്റെ സൈറ്റ് കണ്ടിട്ടാണ് മേഡത്തിൻ്റെ സൈറ്റിൽ വരയ്ക്കുന്നത്, വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ നൈറ്റ് കൂടുതൽ നമ്മുടെ ഹെൽത്തും കളഞ്ഞ്, നമ്മൾ ഉറക്കവും കളഞ്ഞ്, നമ്മൾ ട്രാവലും ചെയ്ത്, നമ്മൾ ഭക്ഷണവും കറക്റ്റ് സമയം കഴിക്കാൻ പറ്റാത്തൊക്കെ അവസ്ഥയിൽ പലപ്പോഴും പ്രസൻറ്റേഷൻസ് വരുമ്പോഴും മീറ്റിംഗ്സ് വരുമ്പോഴൊക്കെ നമ്മൾ അത്രയും ടൈം എഫേർട്ട് വിടും. പക്ഷേ അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന ആർക്കിടെക്ട് എക്സ്പെൻസീവ് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ സീനിയർ ഡോക്ടേഴ്സ് ആയിട്ടുള്ള പല ഡോക്ടേഴ്സിൻ്റെ പേരുകേട്ട ഡോക്ടേഴ്സൊക്കെ കേരളത്തിലുണ്ടല്ലോ. അവരുടെ കൺസൾട്ടേഷൻ ഫീസ് അല്ല നോർമലായിട്ട് MBBS കഴിഞ്ഞിരിക്കുന്ന ഒരാളുടെ കൺസൾട്ടേഷൻ ഫീസ്. പിന്നെ ആ ഹോസ്പിറ്റൽ, ഓരോ ഹോസ്പിറ്റലിൻ്റെ കൺസൾട്ടേഷനും വ്യത്യാസമുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ആർക്കിടെക്ട്സിൻ്റെ ഫീസിനകത്തും ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴും ഞാൻ ചാർജ് ചെയ്യുന്ന ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നോട്ടിഫൈ ചെയ്തേക്കുന്ന ഗവൺമെന്റ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത്ര രൂപ ചാർജ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയർമാരോടൊന്നും ആരും അത് പറഞ്ഞിട്ടില്ല. ഞങ്ങളോട് പറഞ്ഞ പൈസ ഞങ്ങൾ മേടിക്കും. അവർക്ക് കൗൺസിലൊന്നുമില്ല. അവർക്ക് ഞാൻ പറഞ്ഞ മെഡിക്കൽ കൗൺസിലുണ്ട്, കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ കൗൺസിലുണ്ട്, പിന്നെ ബാർ കൗൺസിലുണ്ട്. അപ്പം അങ്ങനെയുള്ളത് മാത്രമല്ല, ടൈറ്റിൽ ഡിഗ്രീസ് ആണ് ബേസിക്കലി. ഓക്കെ. ഇപ്പോൾ ഞാനിപ്പോൾ നന്ദുവിൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് ഇന്ന ബഡ്ജറ്റ് കുറവാണ്, പക്ഷെ എനിക്കൊരു ചെറിയ വീട് മതി, പക്ഷേ വീടിന് ഒരു പ്രീമിയം ലെവൽ ലുക്ക് വേണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിലുണ്ടല്ലോ, അങ്ങനെ ഒരു ലുക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആർക്കിടെക്ചർ ടിപ്സ് ഒക്കെ, ട്രിക്സ് എന്തൊക്കെയാണ്? ചെറിയ വീടാണെങ്കിലും ഒരു ലുക്ക് വൈസ് ഒരു പ്രീമിയം ലെവൽ ലുക്ക് വേണം. അത് ഒന്ന് സൈറ്റിൻ്റെ ഘടന എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പം ഈ പലപ്പോഴും ആൾക്കാർ കൂടുതൽ പേര് നമ്മളെ വിളിക്കുമ്പം ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ഇനിഷ്യലി തന്നെ 3D എന്തായി എന്നാണ് ചോദിക്കുന്നത്. ഈ 3D എന്ന് പറയുന്നത്, അല്ല 3 ഡയമെൻഷനിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഡിസൈൻ, അല്ലെങ്കിൽ അത് പണിത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറയുന്നത് കാണിക്കുന്നതിനകത്തുള്ള ഒരു എലമെൻ്റ് എന്ന് വെച്ചാൽ സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. നമ്മൾ ഒരു പെർസ്പെക്റ്റീവിൽ കൊണ്ടുവന്ന് നമ്മളിപ്പോൾ ക്യാമറ വെക്കുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ കിട്ടുന്ന ഒരു ഫ്രെയിമിലാണ് കൊണ്ട് ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ ഒരു ഫ്രെയിമിൽ കൊണ്ടുപോയിട്ട് ക്യാമറ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഫോട്ടോയാണ് നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചു തരുന്നത്. ഓക്കെ, അതാണ് 3D. അപ്പം അതിൽ വരച്ചേക്കുന്ന സാധനത്തിന് ഏറ്റവും ആപ്റ്റായിട്ട് എവിടെ വെച്ച് കാണിക്കാൻ പറ്റും അവിടെയാണ് ഞാൻ ക്യാമറ ഫിക്സ് ചെയ്യുന്നത്. ഇപ്പം സൈറ്റിൻ്റെ ഫ്രണ്ടിൽ ഒരു 3 മീറ്റർ റോഡേ ഉള്ളതെന്ന് വെച്ചോ, മതിൽ കഴിഞ്ഞാൽ 1 മീറ്റർ അല്ല 2 മീറ്റർ കഴിഞ്ഞിട്ട് കെട്ടിടം പണിതേക്കുക. നമ്മൾ അവിടെ നിന്നുകൊണ്ട് നമ്മൾ കെട്ടിടം കാണുമ്പോഴത്തേക്ക് കെട്ടിടത്തിൻ്റെ ഏതെങ്കിലും ഒരു കട്ടുള്ള ഭാഗമോ ജനൽ ഭാഗമോ മാത്രമേ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റത്തുള്ളായിരിക്കും. 3Dക്കകത്ത് നിന്ന് കാണണമെങ്കിൽ അപ്പുറത്തെ വീട്, നിങ്ങളുടെ 3 മീറ്ററിന് ഓപ്പോസിറ്റ് വേറെ വീടുണ്ടെന്ന് വെച്ചോ, ആ വീട് പൊളിച്ച് നീക്കിയിട്ട് അതിൻ്റെ പുറകിൽ നിന്ന് കാണുന്ന സാധനത്തിന് 3D ആണ് ഞാൻ തന്നേക്കുന്നത്. അപ്പോൾ ഈ 3D വെച്ചിട്ട് ഒരിക്കലും നമ്മൾ സൈറ്റിൽ ഓൺ സൈറ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് അതിനകത്ത് ഇവിടെ നിന്നാണ് വ്യൂ വരുന്നത്. ഇപ്പം ഒരു വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ്, കിഴക്കേ വശത്ത് ഒരു റോഡുണ്ട്, തെക്കേ വശത്ത് ഒരു റോഡുണ്ടെങ്കിൽ കിഴക്കേ വശത്തെ ഫേസും തെക്കേ വശത്തെ ഫേസിനും അലൈൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കീ എലമെന്റ് വെച്ചാൽ മതി. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടൊന്നുമില്ല. ഇപ്പം സിമ്പിൾ മിനിമൽ ഡിസൈൻസ് ആണ് കൂടുതൽ ആൾക്കാർ ഫോം ചെയ്യുന്നത്. അതാണ് ഞാൻ ഇപ്പം ഈ അനാവശ്യമായിട്ടുള്ള ചെലവുകളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ ബഡ്ജറ്റ് വെക്കുമ്പോൾ എക്സ്റ്റേണൽ പ്ലാസ്റ്ററിങ് മാത്രമല്ല, ഇപ്പം എല്ലാവരും വീട്ടിൽ, ഒരുവിധപ്പെട്ട എല്ലാവരും വീട്ടിൽ AC ഒക്കെ കാണും. അപ്പം ഈ വിൻഡോസിൻ്റെ എണ്ണം ചിലപ്പം കുറവായിരിക്കും. കാരണം 3-4 വിൻഡോസിൻ്റെ ആവശ്യമില്ലല്ലോ നമ്മളൊരു AC വെക്കുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഹോം വെക്കുമ്പോൾ ഈ അനാവശ്യമായിട്ടുള്ള ചെലവുകളൊക്കെ ഒഴിവാക്കുക, അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ ആലോചിക്കാറുണ്ട്, അങ്ങനെ ചിന്തിക്കാറുണ്ട്. പിന്നെ ഇപ്പൊ തന്നെ 7 ലക്ഷത്തിന്റെ ഒരു വീട് വെച്ചല്ലോ, അതിനകത്ത് ഈ ഒഴിവാക്കിയ അനാവശ്യമായിട്ടുള്ള ചെലവ്. അല്ല, അനാവശ്യമായിട്ടുള്ള ചെലവുകൾ എന്ന് വെച്ചാൽ അന്ന് വീട് ചെയ്യുന്ന സമയത്തേക്ക് നമ്മൾ വെള്ളം കയറുന്ന സ്ഥലമായിരുന്നു, സൈറ്റ് വെള്ളം നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഷോർട്ട് കോളം ബീം ഫൗണ്ടേഷനാണ് ചെയ്തിരുന്നത്. ചെറിയ സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രെങ്ത് ആണ്. കാരണം യൂണിഫോം ആയിട്ട് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വശം ഇരുത്തി കഴിഞ്ഞാൽ നാളെ ക്രാക്ക് ആവും. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന വീട്ടിൽ ക്രാക്ക് ആയി എന്ന് പറഞ്ഞത് അത് അതിലും വലിയ ഉറപ്പായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഫൗണ്ടേഷൻ ഉറപ്പായിരിക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധമായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മളത് വർക്ക്ഔട്ട് ചെയ്തു. പിന്നെ ഭിത്തി ഞാൻ അന്ന് ചെയ്തിരുന്നത് വെച്ചാൽ 6 ഇഞ്ചിൻ്റെ കോൺക്രീറ്റ് ഇന്റർലോക്ക് ബ്രിക്സ് യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നത്. ലോക്ക് കട്ട എന്ന് പറയും. അതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് കട്ട മാത്രം നമ്മൾ ലെവൽ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കട്ടകൾ നമ്മൾ പെറുക്കിയിട്ട് ലോക്ക് ചെയ്ത് വരിക. പിന്നെ ബെൽറ്റിനകത്താണ് അടുത്ത ലോക്ക് വരുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്നും സിമെൻറ്റ് യൂസ് ചെയ്യേണ്ടി വന്നില്ല. കട്ട പെറുക്കിയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ ലേബർ ചാർജിനകത്തും കുറവുണ്ടായിരുന്നു. ഈ പറയുന്നോട്ട് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതിനകത്ത് കുറവുണ്ട്. പിന്നെ 8 ഇഞ്ചിൻ്റെ കട്ടയല്ല, ഞാൻ 6 ഇഞ്ചിൻ്റെ കട്ടയാണ് യൂസ് ചെയ്തത്.
ജനറലി എല്ലാവരും 8 ഇഞ്ച് കട്ടയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ചെയ്യുമ്പോൾ ഞാൻ അവിടെ 6 ഇഞ്ചാണ് യൂസ് ചെയ്തത്. പക്ഷേ സ്ട്രക്ചറൽ ഡ്രോയിങ് ഞാൻ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീടിൻ്റെ ബോർഡറുകൾ മാത്രം ഇപ്പം കട്ടയുടെ കോർണർ വരുന്ന ഭാഗം തേച്ചിട്ടുണ്ട്, ബെൽറ്റിൻ്റെ ഭാഗം തേച്ചിട്ടുള്ളൂ. ഫുൾ പ്ലാസ്റ്ററിങ് നമ്മൾ ചെയ്തിട്ടില്ല. ഈ ഫുൾ പ്ലാസ്റ്ററിങ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ക്വാളിറ്റിക്ക് അതിപ്പോൾ ലോക്ക് കട്ടയെ സംബന്ധിച്ച് അതിനകത്ത് പ്രശ്നമില്ല. ഇപ്പം കട്ട നമ്മൾ ഏത് യൂസ് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടിരിക്കും. ഇപ്പം നമ്മൾ ഫുൾ പ്ലാസ്റ്റർ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇപ്പോൾ ഫുൾ പ്ലാസ്റ്റർ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ വരുന്ന പെയിൻറ്റ് ചെയ്യാതൊക്കെ പ്രോപ്പറായിട്ടിരിക്കണം. കാരണം നേരത്തേക്ക് ഒരു ലോറി ബേക്കർ കൺസെപ്റ്റൊക്കെ അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ബ്രിക്കൊക്കെ വെച്ചിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കൂടുതൽ ആൾക്കാർക്ക് അങ്ങനത്തെ ഡിസൈൻസിനോട് വലിയ താല്പര്യമില്ല. കാരണം വെച്ചാൽ പൊടി കയറിയിരിക്കുന്നു, ചിലന്തി വല പിടിച്ചിരിക്കുന്നു, ഒരു ഡൾ ഫിനിഷല്ല ആൾക്കാർക്ക് ഇപ്പോൾ വേണ്ടതെന്ന് വെച്ചാൽ ഒരു വാം വൈറ്റ് കളേഴ്സ് അല്ലെ ഒരു വാം കളർ ഫിനിഷുള്ള വൈറ്റ് പിന്നെ ഇപ്പം ഒരു ട്രെൻഡ് മാറി വന്നേക്കുന്നത് വെച്ചാൽ പണ്ടത്തെ കാലത്ത് കൊണ്ട് വീടിനകത്ത് നീലയും പച്ചയും മഞ്ഞയും കളറൊന്നും ആരും അടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ആൾക്കാർക്കൊക്കെ ഒരു ഐവറി ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു വൈറ്റ് ഷെയ്ഡ് ഓഫ് കളേഴ്സ് മതി. വൈറ്റ് കളേഴ്സ് ഒക്കെ ഇട്ടൊരു ബ്രൈറ്റ് ആയിട്ട് വീടിരിക്കണം എന്നുള്ളൊരു തോട്ടിലാണ് ആൾക്കാർ ഇപ്പം കൂടുതലും ഉള്ളത്. പിന്നെ ഞാൻ ആ വീട്ടിൽ ചെയ്തിരുന്നത് വെച്ചാൽ ഒന്നാമത്തെ നിലയുടെ ഭിത്തി കംപ്ലീറ്റ് സിമെൻറ്റ് ഫൈബർ ബോർഡ് വി ബോർഡ് യൂസ് ചെയ്തിട്ടായിരുന്നു കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. റൂഫ് ചെയ്തിരുന്ന പഴയ ഓട് മേടിച്ചിട്ട് പെയിൻറ്റ് ചെയ്തിട്ടാണ് മുകളിൽ ഇട്ടിരുന്നത് സ്ക്വയർ ട്യൂബിൽ. അപ്പോൾ ഓടിൻ്റെ കോസ്റ്റ്, റൂഫിൻ്റെ കോൺക്രീറ്റിൻ്റെ കോസ്റ്റ് നമുക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അകത്ത് മാത്രം നമ്മൾ തേച്ചില്ല, പകരം ഡയറക്റ്റ് പുട്ടിയിട്ടിട്ട് പെയിൻറ്റ് ചെയ്തായിരുന്നു. അങ്ങനെയൊക്കെയാണ് കോസ്റ്റ് അന്ന് കുറച്ച് വന്നത്. പിന്നെ ജനലുകൾ നമ്മൾ ഓപ്പണിംഗ് ആയിട്ട് ഇട്ടിട്ട് ഏറ്റവും ലാസ്റ്റ് അലൂമിനിയത്തിൽ ഫാബ്രിക്കേറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. അല്ല സ്റ്റീലോ കട്ടളോ വലിയ തടിയൊന്നും ഇല്ലായിരുന്നു, യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. ഒരു 1500 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടിന്റെ ഒരു ജീവിത സൗകര്യം ഉണ്ടല്ലോ, അതേ ജീവിത സൗകര്യം നമുക്ക് ഒരു 1200 സ്ക്വയർ ഫീറ്റിൽ നമുക്കത് സാധ്യമാണോ ഒരു ആർക്കിടെക്ട് ഇൻവോൾവ് ആവുകയാണെങ്കിൽ പ്രോജക്റ്റിൽ? തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മളിപ്പം അപ്പാർട്ട്മെന്റ് ലൈഫും വീടുകളും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു 1 BHK അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ 1 RK 1 റൂം കിച്ചൺ പ്രൊജക്ട്സിനകത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സിനകത്ത് താമസിക്കുന്ന ആൾക്കാർ 2 BHK 3 BHK അപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ വെച്ച് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കാരണം അപ്പാർട്ട്മെന്റിനകത്ത് മിനിമൽ സ്പേസസേ ഉള്ളൂ കൂടുതലും. ബെഡ്റൂം ഒന്നും ഭയങ്കര പ്രീമിയം ആയിട്ടുള്ള വരത്തില്ല. ഒരു ടവറിനകത്ത് 4 അപ്പാർട്ട്മെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബെഡ്റൂം ഇപ്പോൾ 10x10 ആയിരിക്കും. 10 feet by 10 feet 100 സ്ക്വയർ ഫീറ്റ് അല്ല 110 120 സ്ക്വയർ ഫീറ്റേ കാണുന്നു. അതിനകത്ത് തന്നെ ഒരു വാർഡ്രോബ്, ഒരു കട്ടിൽ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിൾ ഒക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് വർക്കൗട്ട് ചെയ്തത്. പിന്നെ വെച്ചാൽ ഈ ഇന്റീരിയർ എന്ന് വെച്ചാൽ ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ബേസിക്കലി പ്ലാനിൽ മാത്രമല്ല ഫോക്കസ്ഡ്. ഇപ്പം മാഡം നേരത്തെ ചോദിച്ചിരുന്നു പ്ലാൻ ആണോ നമ്മൾ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഡിസൈൻ. നമ്മൾ അതിനകത്തുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഫർണിച്ചേഴ്സും ആദ്യമേ തന്നെ നമ്മുടെ തോട്ടിലുണ്ട്, അല്ലെ നമ്മുടെ മൈൻഡിലുണ്ട്. നമ്മളെ കട്ടിലിൻ്റെ പോലും കസ്റ്റമൈസ്ഡ് ഡിസൈൻസ് നമ്മൾ ചെയ്യും. അപ്പം മൾട്ടി പർപ്പസ് യൂസേജ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫർണിച്ചേഴ്സ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്, ഫിക്സ്ചേഴ്സ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്, ടെക്സ്ചേഴ്സ് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. പിന്നെ ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ച് തന്നെ ഇപ്പം ഒന്നും വേണ്ട, ഫ്ലിപ്കാർട്ടിലും ആമസോണിൽ നിന്നും ഒരുപാട് പേര് വാർഡ്രോബ് മേടിച്ച് വീട്ടിൽ വെക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, എന്നാൽ ആ സെയിം സ്പെക്കിലെ മെറ്റീരിയൽ നമ്മൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്ന കോസ്റ്റ് കൂടുതലായിരിക്കും, വ്യത്യാസമായിരിക്കും. നമ്മൾ കസ്റ്റമൈസ് ചെയ്യുവാണെങ്കിൽ കോസ്റ്റ് കൂടുതലായിരിക്കും. പക്ഷേ ആ കോസ്റ്റ് കൂടുതലാണെങ്കിലും ആ സാധനമായിരിക്കും നമ്മളുടെ ആ ഒരു സ്പേസിന്റെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് ആവശ്യം. ഇപ്പൊ പലപ്പോഴും ആൾക്കാർ പറയും വീട് നിങ്ങൾ പ്ലാൻ ആർക്കിടെക്ചർ ഇന്റീരിയർ ലാൻഡ്സ്കേപ്പ് എന്നുണ്ട്. ആർക്കിടെക്ചറിന്റെ സിവിൽ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു ഫർണിച്ചർ കടയിലേക്ക് പോയി കുറെ ഇപ്പോൾ ഫർണിച്ചർ ഷോപ്സ് ഒക്കെ ഇഷ്ടം പോലെ കോംബോ ഓഫേഴ്സ് 25,000 രൂപയ്ക്ക് 3 കട്ടില് 2 ഡൈനിങ് ടേബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സ്റ്റോറി ഉണ്ട്. അത് പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടിടും. പക്ഷെ അത് ഒരിക്കലും അവിടെ ആപ്റ്റ് ആയിട്ട് വരാറില്ല. ഈ കസ്റ്റമൈസേഷൻ ഒരു എലമെന്റ് തന്നെയാണ്. അതും കസ്റ്റമൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് അതിനകത്ത് വരയ്ക്കുന്നുണ്ട് ഫാക്ടറി വെച്ച്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങൾ മേടിക്കുക, എന്തുകൊണ്ടാണ് അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ 1000, 2000, 5000, 10000 സാധനമാണ് മാനുഫാക്ചർ ചെയ്തിട്ടാണ് സെയിം സാധനം തന്നെയാണ് നമ്മുടെ വീട്ടിലും ഇരിക്കുന്നത്, പലയിടത്തുണ്ട്. പക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഒരു കസ്റ്റമൈസ്ഡ് ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അത് ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്നത് ആ വീട്ടിൽ മാത്രമേ കാണത്തുള്ളൂ, ആ അളവിലെ ആ സാധനം. അതാണ് അവിടെ ആപ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ അത് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ ഈ ഫ്ലാറ്റ് പ്രത്യേക വീടുകളിലാണെങ്കിലും പ്രത്യേകിച്ച് ഫ്ലാറ്റുകളിലാണെങ്കിലും ഈ ഓപ്പൺ കിച്ചൺ ആണല്ലോ. മാത്രമല്ല ഈ ഡൈനിങ് ഏരിയയും ലിവിങ് ഏരിയയും കൂടെ കമ്പൈൻ ചെയ്താണ് പലരും ചെയ്യുന്നത്. ഇതൊരു ചെലവ് ചുരുക്കൽ പരിപാടിയാണോ? ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ചെലവ് ക്രമേണ ഇത് ചെലവ് ചുരുങ്ങും ഇങ്ങനെ ചെയ്യുമ്പോൾ? ഏരിയ കുറയും. ഇപ്പം നമ്മളൊരു അടുക്കള മാത്രമായിട്ട് പണിയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളിലൊക്കെ അല്ല നാട്ടിൻ പ്രദേശത്തൊക്കെ വീടുകൾ അല്ലാണ്ട് കോസ്റ്റിൽ കാര്യമായ വ്യത്യാസം വരത്തില്ല, അങ്ങനെ ഉണ്ടോ? ഈ ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞൊരു ടേം യൂസ് ചെയ്തു. ഈ ഓപ്പൺ കിച്ചൺ എന്ന് വെച്ചാൽ കിച്ചണകത്ത് ജസ്റ്റ് ഒരു സ്ലാബ് മാത്രമാണ് പണിതിട്ടാണ് നമ്മൾ കിച്ചണായിട്ട് അത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോസ്റ്റ് കുറയ്ക്കും. പക്ഷേ ആ കിച്ചണകത്ത്
ഇത്രയും ഓപ്പൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്നോട്ട് പാത്രങ്ങളൊന്നും നമുക്ക് വലിച്ചു വാരി പുറത്തിടാൻ വേണ്ടി പറ്റാതിരിക്കാൻ നമ്മൾ കബോർഡ് പണിയണം. ഈ കബോർഡ് പണിയുന്ന മെറ്റീരിയൽ എന്താണെന്നുള്ള അനുസരിച്ചിട്ടാണ് കിച്ചൻ്റെ റേറ്റ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരുപാട് പ്രീമിയം ആയിട്ട് ഇൻറ്റീരിയേഴ്സ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. എന്നാൽ ലോ കോസ്റ്റിൽ ലോക്കലായിട്ട് ചെയ്യുന്ന സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ഉള്ള നാടാണ് നമ്മുടേത്. അപ്പം നമ്മൾ ഏത് മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നുള്ളതനുസരിച്ച് ചിലപ്പോൾ ഒരു അടുക്കള ചെയ്യാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപയ്ക്കകത്ത് അലൂമിനിയത്തിൽ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കാം ബഡ്ജറ്റിൽ. അതേ കിച്ചൺ തന്നെ 710 ഗ്രേഡ് പ്ലൈവുഡിൽ ലാമിനേറ്റ് ഒട്ടിച്ച് നമ്മൾ ഉദ്ദേശിച്ച കളർ ഷെയ്ഡിൽ തിക്നെസ്സിൽ ഒക്കെ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ കിച്ചണ് മാത്രം മിനിമം 3.5 ലക്ഷം രൂപ തൊട്ട് 5-6 ലക്ഷം രൂപ കബോർഡ് വർക്കിന് മാത്രം വരും. അപ്പോൾ അതുകൊണ്ട് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്നുള്ള അനുസരിച്ചിട്ടിരിക്കും. പിന്നെ സ്പേസിനകത്തെന്ന് വെച്ചാൽ ഇച്ചിരിയും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും. നമുക്ക് ഒരുപാട് നടന്ന് അല്ലെങ്കിൽ ഇപ്പം ഒരു വീട് പണിയുന്ന സമയത്തേക്ക് അത് അടുക്കള എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക്കലി അതൊരു മുറിയായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ ഹോള്, ഡൈനിങ് ഏരിയ, കിച്ചൺ എന്നിട്ട് ഓപ്പൺ ആയിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇച്ചിരിയും കൂടെ ഓപ്പൺ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളത്. പിന്നെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ആ കിച്ചൺ ക്ലീൻ ആക്കി ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഡൈനിങ് ഏരിയയിൽ ആരെങ്കിലും വന്നിരുന്നാലും കിച്ചണിലേക്ക് നോക്കുന്നുണ്ട് ആൾക്കാർ എപ്പോഴും അത് നീറ്റ് ആൻഡ് ഐഡിയ ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ബഡ്ജറ്റ് കുറയ്ക്കുമ്പോഴും നമ്മൾ കോംപ്രമൈസ് ചെയ്തുകൂടാത്ത ചില കാര്യങ്ങൾ കാണുമല്ലോ, അതെന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഒരു കെട്ടിടം, ഒരു വീടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ അത് നമ്മൾ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സ്ട്രക്ചറൽ ഡ്രോയിങ് കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. സ്ട്രക്ചറൽ ഡ്രോയിങ് ആയിട്ട് തന്നെ ചെയ്തിരിക്കണം. കാര്യം പലപ്പോഴും പല കെട്ടിടങ്ങൾ ഇപ്പോൾ ഈ മഴയത്തും ഈ പറഞ്ഞ സമയത്ത് എനിക്ക് എറണാകുളത്ത് സ്ഥലം പൂക്കാട്ടുപടിയിലാണോ കിഴക്കമ്പലത്തോ മറ്റോ ഒരു കെട്ടിടം തട്ടടിച്ച് വാർത്ത വീട് ഇടിഞ്ഞു വീണേക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഇറങ്ങി വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് പണിയുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ആരും ഈ ലേബേഴ്സിനെ സ്പെസിഫിക്കലി ഒരു ക്വാളിഫിക്കേഷനോ സർട്ടിഫിക്കറ്റോ ഇഷ്യൂ ചെയ്യുന്ന ഏജൻസീസ് ഇല്ല. ലേബറായിട്ട് നടക്കുന്ന ആൾ നാളെ മേസനായി മാറുന്നു, വെൽഡറുടെ ഹെൽപ്പറായിട്ട് നടക്കുന്ന ആൾ നാളെ വെൽഡറായിട്ട് മാറുന്നു. അപ്പം നമ്മളിപ്പം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരും ആരും അങ്ങനെ ഒരു സർട്ടിഫൈഡ് ആണോ എന്ന് നോക്കുന്നത്. അപ്പം ഞങ്ങൾക്കൊരു ഫ്യൂച്ചർ പ്ലാൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഫ്യൂച്ചർ പ്ലാനിനകത്തുള്ളൊരു കാര്യമാണ് ഈ സർട്ടിഫിക്കേഷൻ പ്രോസസ്സ് ഒന്ന് കൊടുക്കണം എന്നുള്ളത്. കാരണം ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്നുള്ളത്. അപ്പോൾ അവരുടെ ടെസ്റ്റുകൾ നടത്തിയിട്ട് മാത്രം അവർക്കൊരു ID കാർഡ് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഞങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലാനിലുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുണ്ടല്ലോ, ഇപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ പല വീഡിയോസും കാണുമ്പോൾ ഇപ്പോൾ ചെട്ടിനാട് സ്റ്റൈൽ ഹോം, അതുപോലെ യൂറോപ്യൻ സ്റ്റൈൽ ഹോം, കോണ്ടംപററി സ്റ്റൈൽ ഹോം, ട്രഡീഷണൽ ഹോം, അങ്ങനെ പല സ്റ്റൈലിലുള്ള വീടുകൾ കാണാറുണ്ട്. അപ്പോൾ ഈ കേരളത്തിന് ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഏതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ഏതാണ്? നമുക്ക് കൂടുതലും നമ്മുടെ ക്ലൈമറ്റ് വെച്ചിട്ടും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലി വെച്ചിട്ടും ആൾക്കാരുടെയൊക്കെ തിരക്കുകൾ വെച്ചിട്ടും നോക്കിക്കഴിഞ്ഞാൽ സ്ലോപ്പിംഗ് റൂഫ് ഉള്ള രീതിയിലുള്ള ട്രോപ്പിക്കൽ റൂഫിംഗ് സ്റ്റൈൽ നമ്മൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും ഐഡിയൽ. ഒന്ന് മഴയാണ്. രണ്ടാമത്തെ കാര്യം, കൂടുതൽ ആൾക്കാരും ഫ്ലാറ്റ് ആയിട്ടുള്ള വീടുകൾ പണിത് പാരപ്പറ്റൊക്കെ കെട്ടി പാരപ്പറ്റിൽ നിന്ന് വെള്ളം റൂഫ് ടോപ്പിൽ നിന്ന് പുറത്തേക്ക് വേണ്ടി പൈപ്പൊക്കെ വെച്ചിട്ട് ചിലർ അടച്ചിട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ കാറ്റടിച്ച് ഇലയൊക്കെ വീണ് അടങ്ങി മഴ പെയ്യുന്ന സമയത്ത് അവിടെ വെള്ളം കെട്ടി നിന്ന് പതുക്കെ അത് ലീക്ക് ഡാമേജിലേക്കും പോകും. എന്ത് വാട്ടർ പ്രൂഫിങ് ചെയ്തെന്ന് പറഞ്ഞാലും അങ്ങനെ സ്മൂത്തായിട്ടുള്ള വാട്ടർ ഫ്ലോ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നാളെ ഈ ഇപ്പോൾ നമ്മൾ പറയുന്നത് ഫംഗസ് പിടിച്ചു അല്ലെ പൂത്തു പോകുന്നു എന്നൊക്കെ പറയുന്നുള്ള ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് തന്നെ ഈ വീടുകൾക്കും പല ഭാഗത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ട്രോപ്പിക്കൽ കൺസെപ്റ്റ് പിടിക്കുന്നതായിരിക്കും ഏറ്റവും ഐഡിയൽ അല്ലേ? എന്താണ് ഇപ്പോൾ നന്ദുവിൻ്റെ ഭാവി പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഓക്കെ, 2-3 ഐഡിയാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു 7 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ക്ലയൻസും ഞാൻ ബിസിനസ് ചെയ്തിട്ടുള്ള ആൾക്കാരുമായിട്ടുമൊക്കെ ഉള്ള എൻ്റെ ഒരു ലൈഫിൽ ഞാൻ പഠിച്ചതായിട്ടുള്ള കാര്യങ്ങളും കുറേ അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്ലയൻസ് ഉണ്ട്, അതുപോലെ തന്നെ മോശം എക്സ്പീരിയൻസ് ക്ലയൻസിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്ന് നല്ല എക്സ്പീരിയൻസസ് ഉണ്ട്, എംപ്ലോയീസിൻ്റെ സൈഡിൽ നിന്ന് മോശം എക്സ്പീരിയൻസസ് ഉണ്ട്. അപ്പം ഇതെല്ലാം വെച്ച് പഠിച്ച് വന്ന് ഇനിയും നമ്മൾ ഒരു ഫ്യൂച്ചർ പ്ലാൻ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ കോഴ്സ് എന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു. മേഡം ഇവിടെ ചോദിച്ചോട്ട് തന്നെ ഇപ്പോൾ ഈ ആർക്കിടെക്ട്സിന് സ്പെസിഫിക്കലി ആർക്കിടെക്റ്റിനെ എങ്ങനെ തിരിച്ചറിയാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ആർക്കിടെക്ട്സ് എക്സ്പെൻസീവ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചേക്കെന്ന് വെച്ചാൽ നമുക്ക് അക്രോസ് കേരള ഇപ്പോൾ ഒരു ഇനിഷ്യൽ ലെവലിൽ ഓൾ കേരള ലെവലിൽ തന്നെ ആർക്കിടെക്ട്സിനെ കൊണ്ട് പ്രാക്ടീസ് ഇച്ചിരി കൂടെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ പലപ്പോഴും നല്ല സ്കിൽഡ് ആയിട്ടുള്ള പല ആർക്കിടെക്ട്സിനും
സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊജക്ട്സ് ഇല്ല. പഠിച്ചിറങ്ങുന്ന നല്ല സ്റ്റുഡൻസ് തൊട്ട് ഇപ്പോഴും നല്ല നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അറിയാവുന്നതും ഇൻറ്റേൺഷിപ്പ് സമയത്തൊക്കെ ഭയങ്കര ഹൈ പ്രൊഫൈലുള്ള ഓഫീസസിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സ്റ്റുഡൻസൊക്കെ നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ അവൈലബിളാണ്. പക്ഷെ അവർക്കൊന്നും റൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻകം ജനറേഷൻ മോഡലോ അവർക്കൊന്നും പ്രോപ്പറായിട്ടുള്ളൊരു സാലറി കിട്ടുന്ന ഒരു അവസ്ഥയോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നതിനകത്ത് അവർക്ക് ഫീസ് പലപ്പോഴും എക്സ്പീരിയൻസ് കുറവ് കൊണ്ട് ചോദിച്ച് മേടിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു കോമ്പറ്റീറ്റീവ് മേഖലയായിട്ട് കൺസ്ട്രക്ഷൻ നിൽക്കുക. അപ്പോൾ എൻ്റെ ഒരു തോട്ടം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡിസൈനിനകത്ത് ഇച്ചിരിയും കൂടെ പ്യുവർലി ഫോക്കസ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ഞാൻ ഡിസൈനിൽ ഫോക്കസ് ചെയ്തതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ കൺസ്ട്രക്ഷനിലും ഫോക്കസ്ഡ് ആയിരുന്നു. ഞാൻ ചില സൈറ്റിൽ ചെല്ലുമ്പോൾ ഞാൻ കോൺട്രാക്ടർ എന്നാണ് എന്നെ ആൾക്കാർ പറയുക, ചില സൈറ്റിൽ ചെല്ലുമ്പോൾ സിവിൽ എഞ്ചിനീയർ ആക്കിയും, ചിലയിടത്ത് ചെല്ലുമ്പോഴത്തേക്ക് പറയും സബ് കോൺട്രാക്ടർ ആക്കി വരെ പറയും, ചിലയിടത്ത് പറയുമ്പോൾ ആർക്കിടെക്ചർ എന്ന് പറയും, ആർക്കിടെക്ട് എന്ന് പറയാം പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പൊ ആർക്കിടെക്ചർ എന്ന് പറയും. അപ്പം ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഈ ആർക്കിടെക്റ്റ് ഡോക്ടർ എന്ന് പറയുന്ന കൂട്ട് തന്നെ ഒരു കെട്ടിടത്തിന്റെ കാര്യത്തിന് അൾട്ടിമേറ്റ്ലി ആ സ്റ്റൈല് ഫോളോ ചെയ്ത് കൗൺസിൽ പറയുന്ന ഒരു ടേംസ് അല്ലെങ്കിൽ ഒരു പോർട്ട്ഫോളിയോ ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. നമുക്ക് ചുമ്മാതെ കയറിയിട്ട് പരസ്യം ചെയ്ത് വർക്കുകൾ എടുക്കുക എന്നുള്ളൊരു തോട്ടൊന്നും ആർക്കിടെക്ട്സിന് അങ്ങനെ പറ്റത്തില്ല. ചുമ്മാതെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതൊന്നും ആർക്കിടെക്ട്സിനില്ല. ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ ഒരു തലമുറയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന കൂടുതൽ ആൾക്കാരും ഈ പറഞ്ഞിട്ട് പല ബൊട്ടീക്കുകളും ഇപ്പോൾ ഓൺലൈൻ ബൊട്ടീക്സാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ ഈ ബൊട്ടീക്സ് നടത്തുന്ന പല ആൾക്കാരുടെയും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കായംകുളത്തുള്ള ഒരു ബൊട്ടീക്കിൽ ഒരാളൊരു വീഡിയോ ചെയ്യുന്നു. ആ സെയിം വീഡിയോയുടെ തന്നെ വേറൊരു പ്രൊഫൈലിൽ ആഡ് കണ്ടിട്ട് ഒരാളത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നു, വാട്സപ്പ് നമ്പർ നോക്കുന്നു, ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നു. അപ്പോഴാണ് അറിയുന്നത് ഏതോ ഒരു ഹിന്ദിക്കാരൻ്റെ ഗൂഗിൾ പേ നമ്പറാണ് വന്നേക്കണേ. അപ്പം ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയാണ് ഈ പറയുന്നത്. കൺസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് അല്ല നിങ്ങൾ കാണുന്ന വീടിൻ്റെ ഡിസൈൻ വരച്ചേക്കുന്നത്, ഞാൻ വരച്ചേക്കുന്ന ഒരു ഡിസൈൻ ചിലപ്പോൾ വേറൊരാളുടെ പേജിലായിരിക്കും കിടക്കുന്നത്. അതുകൊണ്ട് ലീഡ് ക്യാപ്ചറിങ് മാത്രമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരാൾ ചെയ്യുന്ന പ്രൊജക്റ്റ് അവർ അതിൻ്റെ കൃത്യമായിട്ട് ആർക്കിടെക്റ്റിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ ഡിസൈൻ. നമ്മൾ പറയത്തില്ല സിനിമയ്ക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് തന്നെ മോഷണം നടത്തി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് കൺസ്ട്രക്ഷനിൽ നടക്കുന്നത്. ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റ് ചെയ്തേക്കുന്ന ഡിസൈൻ ആയിരിക്കും കൊണ്ടുപോയിട്ട് അവിടെ എവിടെയെങ്കിലും എനിക്ക് ഇടയ്ക്ക് ഒരു അനുഭവം വന്നതെന്ന് വെച്ചാൽ ഒരു വീടിൻ്റെ ബെഡ്റൂമിനകത്ത് അല്ല ഒരു ബെഡ് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തേക്കുന്ന ഡിസൈൻ വേറൊരു കസ്റ്റമർ വേറൊരാൾക്ക് അയച്ചു കൊടുത്ത് അത് ഡ്രോയിങ് തിരിച്ച് എൻ്റെ അടുത്ത് വരുവാ. ഞാൻ ചോദിച്ചു ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് വെച്ചാൽ ആ പണിക്കാരൻ അവിടെ പണിതിട്ടുള്ളതാണ്. അയാൾ അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എന്താണ് ഒരു മാർഗം? ഇപ്പോൾ നമ്മൾ ഡിസൈനിനകത്ത് ഇപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്കകത്തെന്ന് വെച്ചാൽ ഇതിപ്പം വൈഡ്ലി സ്പ്രെഡ് ആയിട്ട് കിടക്കുക. ഇതിനൊന്നും ഒരു സർട്ടിഫിക്കേഷനോ ഇതിനൊന്നും ഒരു ഫിൽട്രേഷൻ പ്രോസസ്സോ ഇല്ല. അപ്പം ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ഒരു എൻ്റെ ഭവനം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ആയിട്ട് വർക്ക് ചെയ്ത് പുതിയൊരു കമ്പനി ഫോർമേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നു. ഞങ്ങൾ ഒരു എൻഡ് ടു എൻഡ് സർവീസാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഫ്രം ദ ബിഗിനിങ് ഇപ്പോൾ ഒരാൾക്ക് പ്ലോട്ട് മേടിക്കേണ്ട സമയത്ത് തൊട്ട് ഇപ്പം ഒരു ആർക്കിടെക്റ്റ് വന്നിട്ട് വേണം ഒരു സൈറ്റ് കണ്ടിട്ട് 4-5 സൈറ്റുകൾ കണ്ടിട്ട് അതിനകത്ത് ഏത് സൈറ്റിൽ ഐഡിയലായിട്ട് കസ്റ്റമർ ആവശ്യപ്രകാരം വീട് വെക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു പ്രോസസ്സ് മുതൽ പിന്നെ അതിൻ്റെ ലോൺസ് ഒരു ഫൈനാൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ലോൺ അറേഞ്ച് ചെയ്യേണ്ടവർക്ക് ലോണും പിന്നെ ഒരു ഈസി EMI സ്കീംസും ആയിട്ടുള്ളത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു ചിറ്റ്സ് ഒക്കെ പോലെ തന്നെ നമുക്ക് ഒരു പ്രീമിയം അടച്ചുകൊണ്ട് ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് വീടുകളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രൊജക്റ്റും അതിനോടൊപ്പം ആർക്കിടെക്ചർ കംപ്ലീറ്റ് സർവീസസും സൂപ്പർവിഷൻ സർവീസസും സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ കിട്ടാനും പ്രോപ്പറായിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഇപ്പം എല്ലാ സാധനത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ വയറുകളൊക്കെ ആണെങ്കിൽ കോയമ്പത്തൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് കോപ്പി കിട്ടും സാധനം, നമുക്ക് പോലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പം അതേപോലെ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച മെറ്റീരിയൽസ് ഇപ്പോൾ പലപ്പോഴും കേരളത്തിൽ പല കൺസ്ട്രക്ഷൻ നടക്കുന്നിടത്ത് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ഒന്നും ആരും സർട്ടിഫൈ ചെയ്ത് വിടുന്നൊന്നുമില്ല. ഇപ്പം ഞാൻ ഇടയ്ക്കൊരു സൈറ്റിൽ എക്സ്പീരിയൻസ് ചെയ്തെന്ന് വെച്ചാൽ എംസാൻഡിൻ്റെ കൂടെ കായൽ മണ്ണൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാലും എംസാൻഡിൻ്റെ കളറായതുകൊണ്ട് കായൽ മണ്ണാണോ എംസാൻഡ് ആണോ എന്ന് അറിയാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ആൾക്കാർ പൈസയ്ക്കും ലാഭത്തിനും വേണ്ടിയിട്ട് ഒരുപാട് കൃത്രിമം ഇപ്പം ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകളിൽ തന്നെ പലയിടത്തും പഴകിയ ഭക്ഷണങ്ങൾ പിടിക്കുന്നുണ്ട്. നമ്മളത് പിടിക്കുന്ന സമയത്തൊന്ന് കാണും, 2 ദിവസം വാർത്തയും 3-ാമത്തെ ദിവസം അത് മാറും, പിന്നെ നമ്മൾ അറിയത്തില്ല. അപ്പോൾ ഈ ടിപ്പർ ലോറിയും നിങ്ങൾ റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന പല ടിപ്പർ ലോറികളിലും ടോറസുകളും പോകുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഒന്നും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സിസ്റ്റവും ഇല്ല. കാരണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്രഷറിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന മെറ്റീരിയൽ വെച്ചിട്ട് ഒരു യാർഡിലേക്ക് പോവുക, അല്ലെങ്കിൽ ക്രഷറിൽ നിന്ന് വരുന്നു അതൊരു യാർഡിലേക്ക് പോയി വീഴുന്ന സാധനത്തിന് ബൈ ദ ടൈം ഇതിനകത്ത് എന്തൊക്കെ മിക്സ് നടക്കുന്നുണ്ട്, പിന്നെ ഇതിൻ്റെ ഒന്നും ക്വാണ്ടിറ്റിയെ പറ്റിയൊന്നും അളവില്ല. ഇപ്പം 100 ക്യൂബിക് ഫീറ്റിൻ്റെ ഒരു വണ്ടിയുടെ മെറ്റീരിയൽ മേടിക്കണ വണ്ടിയുടെ അളവ് ചിലപ്പം 83 ക്യൂബിക്കാണ്.
100 ക്യൂബിക്കിനാണ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. പക്ഷേ 17 ക്യൂബിക്കിൻ്റെ റേറ്റ് എക്സ്ട്രാ അയാൾ മേടിക്കുകയാണ്. 300 ക്യൂബിക്ക് എന്ന് പറഞ്ഞാൽ 282 ക്യൂബിക്കായിരിക്കും വണ്ടി വരുന്നത്. വണ്ടിയുടെ അളവൊന്നും എടുത്തിട്ട് ആരും ഇവിടെ മെറ്റീരിയൽ കൊടുക്കുന്നൊന്നുമില്ല, ക്വാളിറ്റി നോക്കുന്നില്ല. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്തേക്ക് ഈ മെറ്റീരിയൽസിൻ്റെ റേറ്റിനകത്ത് എല്ലാവരും കൊടുത്ത് കൊട്ടേഷൻ ഇടുന്നുണ്ട്. ഈ കൊട്ടേഷൻ ഇടുന്നത് തന്നെ വേറൊരു സ്കാമാണ് ആക്ച്വലി. 10 കടയിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഒരാളുടെ കൊട്ടേഷൻ എഴുതി കൊടുക്കുന്നത്, ഇപ്പം സിമ്പിളായിട്ട് ഞാൻ പറയാം, ഇപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സാധനം എടുക്കുന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിക്കൽ സാധനത്തിന് ലിസ്റ്റ് എഴുതിയേക്കുന്ന ലിസ്റ്റിനകത്ത് തന്നെ അവരുടെ കോഡ് കാണും, ഇലക്ട്രീഷ്യന്മാരുടെ. ആ കോഡ്, ആ ഹാൻഡ് റൈറ്റിംഗ് റീഡ് ചെയ്യാൻ അറിയാവുന്നിടത്താണ് നമ്മൾ കൊട്ടേഷൻ കൊടുക്കുന്നത്. നമ്മളിനി എത്ര കൊട്ടേഷൻ വീട്ടുകാർ സ്വന്തമായിട്ട് കൊടുത്തെന്ന് പറയാനും കമ്മീഷൻ എടുക്കാനുള്ളതിന് കമ്മിഷൻ കഴിഞ്ഞിട്ട് സാധനത്തിൻ്റെ റേറ്റ് കിട്ടത്തുള്ളൂ. ഒരുപാട് കള്ളത്തിനൊക്കെ നടക്കുന്നുണ്ടല്ലോ, അങ്ങനെ കുറേ പൈസ പോകുന്നുണ്ട്. അപ്പം എല്ലാവരും ന്യായമായിട്ട് പണിയെടുക്കുന്ന എല്ലാവർക്കും പൈസ കിട്ടണം. പക്ഷേ അന്യായമായിട്ട് വേസ്റ്റേജ് ഓഫ് മണി ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. അങ്ങനെ മോസ്റ്റ് അൺഓർഗനൈസ്ഡ് സെഗ്മെൻറ്റ് ഇൻ ഇന്ത്യ ആണ് കൺസ്ട്രക്ഷൻ. ഏറ്റവും കൂടുതൽ ക്യാഷ് ആൻഡ് ക്യാരി നടക്കുന്നു, പ്രോപ്പറായിട്ട് GST ഫയലിംഗ് ഇല്ലാത്ത കമ്പനീസ് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ, ക്യാഷ് ട്രാൻസാക്ഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. ഇതൊന്നും ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അത് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണെങ്കിൽ പോലും അതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ അവർ പോലും അതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇത് സിസ്റ്റമാറ്റിക് ആകത്തുള്ളൂ. നമ്മളെപ്പോഴും പറയും വേണം. കാരണം ഈ ഇലക്ഷൻ വന്ന സമയത്തേക്ക് ലേബേഴ്സൊക്കെ നാട്ടിൽ പോയപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കോൺട്രാക്ടേഴ്സ്, കൺസ്ട്രക്ഷൻ മേഖല ഒരു 75 to 80% ഓഫായിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഹോട്ടൽസ് ആണെങ്കിലും എല്ലാം. അപ്പോൾ അവരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക. അവർക്കൊക്കെ ഇവിടെ വരുമ്പം അവരുടെ ഗൾഫാണ് ഇപ്പോൾ കേരളം. പിന്നെ ഓരോ ഓണം കഴിയുമ്പോൾ, ഇപ്പോൾ ഇതിപ്പോൾ ഓണം സീസണാണ്, ഈ ഓണം കഴിയുമ്പോഴത്തേക്ക് അടുത്ത സാലറിയാണ് 1100 രൂപ 1200 ശമ്പളം മേടിക്കുന്നത് 100 രൂപ കൂടെ കൂട്ടി ഈ ഓണം കഴിയുമ്പോൾ. ഓണം എന്ന് പറയുമ്പോൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ലേബർ ചാർജ് കൂട്ടാനുള്ളൊരു എലമെൻറ്റും കൂടെ എല്ലാ വർഷവും 1000 രൂപ. ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് 900 രൂപയുണ്ട്. പിന്നെ അടുത്തോണം അതിൻ്റെ 1000 പിന്നെ അത് 1200 1200. ഓണമാണ് അതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക്. അപ്പോൾ ഇതിനകത്തൊന്നും ഒരു കൺട്രോളില്ല. അപ്പം അങ്ങനെയൊക്കെ കുറേ ലോസുകൾ കോൺട്രാക്ടേഴ്സ് എടുക്കും. പിന്നെ കോൺട്രാക്ടേഴ്സ് കൺസ്ട്രക്ഷൻ ഇപ്പം ആർക്കിടെക്ട് ഡിസൈൻ ചെയ്താലും ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുന്ന എലമെൻസിനെ മനസ്സിലാക്കാതെ കോൺട്രാക്ടേഴ്സ് വർക്ക് എടുക്കുന്നുണ്ട്. ഒരുപാട് കോൺട്രാക്ടേഴ്സിന് കൈകൊള്ളുന്നുണ്ട്. കാരണം നമ്മളൊരു ഡിസൈൻ എലമെൻറ്റ് വരയ്ക്കുമ്പോഴത്തേക്ക് അവർ സാധാരണ പറയുന്ന കൂട്ട് പറയും, ഇതെല്ലാം ഞങ്ങളങ്ങ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ വർക്ക് എടുക്കും. പക്ഷേ വർക്ക് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത് ഈ പറഞ്ഞ സ്പെക്കിൽ പണിയാൻ പറ്റില്ല. അപ്പം അങ്ങനെ കുറേ പേർക്ക് അങ്ങനെ കൈകൊള്ളുന്നു. അതിനും പഴി കേൾക്കുന്ന ആർക്കിടെക്റ്റിനാണ്. കാരണം അയാളുടെ ഇങ്ങനെ വരച്ച് തന്നുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചതെന്നാ പറയുന്നത്. പിന്നെ അയാൾക്ക് ആ കുറ്റം കേൾക്കണം. അത് കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് നമ്മളൊരു കസ്റ്റമൈസേഷൻ ചെയ്താൽ അതും വേറെ എങ്ങും മേടിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് വരുന്ന ഒരു വിഷയമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ഈ ജെൻസികളുടെ ഒരു കാലമാണല്ലോ ഇത്. അപ്പോൾ അവരുടെ ഒരു തോട്ട് പ്രോസസ്സൊക്കെ വളരെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇപ്പം മിലേനിയൽസ് വീട് പണിയാൻ പോകുമ്പോൾ അവരെപ്പോഴും പ്രാഥമികമായി നോക്കുന്ന ഒരു കാര്യമാണ് ഈ വാസ്തു എന്ന് പറയുന്നത്. അപ്പം ഈ വാസ്തുവിൻ്റെ പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രമുണ്ടോ? ഈ ആർക്കിടെക്ട്സ് വാസ്തു നോക്കി പ്ലാൻ ഡിസൈൻ ചെയ്യാറുണ്ടോ? അതിൽ വിശ്വസിക്കുന്നുണ്ടോ ഈ വാസ്തുവിൽ? ഞാൻ വാസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. അത് പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഓരോരുത്തർ. അതൊരു അന്ധവിശ്വാസം അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട്. അത് ഡിപ്പെൻസ് ആണ്. ഇപ്പം ബേസിക്കലി വാസ്തുശാസ്ത്രം എന്ന് പറയുന്നു. അതുപോലെ ആർക്കിടെക്ട്സിനെ മലയാളത്തിൽ പറയുന്ന വാസ്തുശില്പികൾ എന്നാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വീടുകളല്ലേ വാസ്തുശില്പികൾ എന്ന് പറയുന്ന ഒരു ടേം അല്ലെ ഒരു എലമെൻറ്റ് യൂസ് ചെയ്തിട്ട് പറയുമ്പോൾ നമ്മൾ ഈ കാറ്റിൻ്റെ ദിശയും സൂര്യൻ വരുന്നത്, സൂര്യൻ്റെ പ്രകാശം, ലൈറ്റ് ആൻഡ് വെന്റിലേഷനാണ് മെയിൻ എലമെൻറ്റ്സ് നമ്മൾ കോറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കേരളത്തിലെന്ന് വെച്ചാൽ സ്പിരിച്വാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു അമ്പലം, പല വീടുകളിലും ക്ഷേത്രങ്ങൾ കൂടാതെ, ദേവസ്വം ക്ഷേത്രങ്ങൾ കൂടാതെ കുടുംബക്ഷേത്രങ്ങൾ ഒരുപാടുള്ള ഒരു നാടാണ് നമ്മുടേത്. ഈ കുടുംബക്ഷേത്രങ്ങളടുത്ത് പലയിടത്തും നാഗപ്രതിഷ്ഠകളും അതേപോലെയുള്ള കുരിയാലകൾ ഒക്കെയുള്ള വീടുകളാണ് കൂടുതൽ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പണ്ട് കാലത്ത് നിർമ്മിച്ചിട്ടുള്ള 4 കെട്ടുകൾ 8 കെട്ടുകളും അറയും പെരയൊക്കെ ഉള്ള വീടുകളൊക്കെ നിൽക്കാറുണ്ട്. അപ്പം നമുക്കറിയത്തില്ല. ഇപ്പം ഈ ജെൻസി ആയിട്ട് നിൽക്കുന്ന പല ആൾക്കാർക്കും ട്രഡീഷണൽ ആർക്കിടെക്ചറിനെ പറ്റിയോ ട്രഡീഷണൽ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞ പേപ്പർ ഞങ്ങൾക്ക് BRക്ക് പഠിക്കുന്ന സമയത്ത് പഠിക്കാനായിട്ടുണ്ട്. ക്ഷേത്രങ്ങളുടെ നിർമ്മിതികളെ പറ്റിയിട്ടൊക്കെ ബേസ് ചെയ്തിട്ട് അങ്ങനെ പല സയൻറ്റിഫിക് ആയിട്ടുള്ള പല എലമെൻറ്റ്സ് ഉണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ശരിക്കും അൺനോൺ ആണ്. ഇപ്പം ഈ പറയുന്നുണ്ട്, അത് മാസ്റ്റർ ഡിഗ്രി ഉള്ളവരും PhD ഉള്ളവർക്ക് പോലും കൺഫ്യൂഷൻ ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ദർ ഇസ് എൻ എനർജി സോഴ്സ്. ബേസിക്കലി ജാതിക്കും മതത്തിനും അതീതമായിട്ടൊരു എനർജി സോഴ്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതിനെ ഒരു യൂണിവേഴ്സൽ എനർജി എന്ന് വിളിക്കാം. അപ്പം
ആ എനർജിയെ, ആ ഒരു എനർജിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട്, അതിൽ വിശ്വസിക്കാത്ത ആൾക്കാരുമുണ്ട്. അപ്പം അതിൽ ഏത് കാറ്റഗറിയിൽ പെടും ഈ വീട് വെക്കുന്ന ആളെന്നുള്ളത് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു സൈറ്റിൽ പോയ സമയത്ത് ഒരു വീട് റെനോവേഷന് വേണ്ടി ഞാൻ ആ വീട് ചെന്ന് കണ്ട സമയം തൊട്ട് ആ വീട്ടിൽ കയറി ചെല്ലുന്ന കാർ പോർച്ചിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ ടോയ്ലറ്റിൻ്റെ വെന്റിലേഷൻ നമ്മൾ കാണുന്നത്, ടോയ്ലറ്റുമാണ് കാണുന്നത്. അപ്പം വീടിൻ്റെ ദർശനം എന്ന് വെച്ചാൽ വടക്കോട്ടാണ്, വടക്ക് കിഴക്കേ മൂലയ്ക്കാണ് ഈ ടോയ്ലറ്റ് കാണുന്നത്. നേരെ കയറി നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നുണ്ട്. അകത്തേക്ക് കയറിക്കുമ്പോൾ അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ അവർക്ക് ആ വീടൊന്ന് റെനോവേറ്റ് ചെയ്ത് മോഡേൺ ആക്കണം. മകനിപ്പം പുറത്ത് വിദേശത്ത് ഏതൊരു രാജ്യത്ത് ജോലി ലഭിച്ചു. ഇപ്പോൾ ലീവിൽ വന്ന സമയത്താണ് വിളിക്കുന്നത്. അപ്പം നമ്മളവിടെ ചെന്ന സമയത്ത് തന്നെ പറഞ്ഞു, തെക്കേപ്പുറത്തേക്ക്, വീടിൻ്റെ തെക്ക് വശത്തേക്ക് ഒരു ടോയ്ലറ്റ്സും എടുക്കാൻ പാടില്ല, അവിടെ ഉള്ള സെപ്റ്റിക് ടാങ്ക് ഞങ്ങൾ മാറ്റി, ഒരു വാസ്തുവിൻ്റെ ആൾ പറയും. അപ്പോൾ ഈ വാസ്തു 14 ജില്ലയിൽ, ഇപ്പോൾ കേരളത്തിൽ സംബന്ധിച്ച് ഈ ബിൽഡിംഗ് റൂൾ മാറ്റണമെന്ന് പറയുന്നത് പോലെ തന്നെ ഓൾറെഡി മാറിയ ഒരു സിലബസാണ് വാസ്തുവിൻ്റെ സിലബസ്. 14 ജില്ലയിലും 14 ടൈപ്പ് ഓഫ് വാസ്തു സിലബസാണ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ ഒരു കോലിൻ്റെ കണക്കാണെങ്കിലും ഒരു അങ്കുലമാണെങ്കിലും ഈ സെൻറ്റിമീറ്ററിനകത്ത് അളവിനകത്ത് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ സ്പെസിഫിക്കലി ഡീറ്റെയിൽഡ് ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് പലപ്പോഴും ഇത് തമ്മിൽ മാച്ച് ആവാതെ വരുന്ന വിഷയങ്ങളുണ്ട്. പല ക്ഷേത്രങ്ങളുടെ, ഇപ്പോഴാണെങ്കിലും അമ്പലങ്ങളുടെ ആണെങ്കിലും നവീകരണങ്ങൾ നടക്കുന്ന സമയത്ത്, ഞങ്ങളുടെ നാട്ടിൽ മുതുകുളത്ത് പാണ്ഡവർകാവ് ദേവീക്ഷേത്രം എന്ന് പറയുന്ന അമ്പലത്തിൽ ഈ പറയുന്ന തൊട്ട് അമ്പലം റെനോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടൊക്കെ മാറ്റിയിട്ട് മറ്റേ കോപ്പറിൻ്റെ വെച്ചിട്ട് റൂഫൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ വന്നപ്പോൾ ഞാനായിരുന്നു അവിടെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്. അപ്പോൾ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, എനിക്ക് അങ്ങനത്തെ ഡീറ്റെയിൽ അറിയത്തില്ല. അപ്പോൾ അത് വാസ്തുവിൽ PhD ഉള്ളൊരു സാറായിരുന്നു അന്ന് വന്നിരുന്നത്, തിരുവല്ലയെന്നോ മറ്റും. അപ്പോൾ അദ്ദേഹം വന്ന് പല എലമെൻസും പറയുമ്പോൾ ഞാൻ എൻ്റെ ഡൗട്ട് ചോദിക്കുമ്പം പുള്ളി പറയുന്ന റെസ്പോൺസിൽ നിന്നും എനിക്ക് പറയാം, ഓക്കെ, ഇറ്റ് ഈസ് എ ലോജിക്കൽ തിങ്. എന്നുവെച്ചാൽ ഇപ്പോൾ ഒരു വിഗ്രഹം വെക്കാനായിട്ട്, അല്ലെങ്കിൽ ബലിക്കൽപുര, ഇപ്പോൾ അമ്പലത്തിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന സമയത്തേക്ക് അവിടുത്തെ ഒരു എലമെൻ്റ് ഉണ്ട്. മിക്കവാറും ക്ഷേത്രങ്ങളിലെല്ലാം നമ്മൾ കയറുമ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് നവീകരിച്ച് വരുന്ന ക്ഷേത്രങ്ങളിലെല്ലാം വലിയ കട്ടളകൾ വെക്കുന്നുണ്ട് അമ്പലങ്ങളിനകത്ത്. പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള അമ്പലങ്ങളിൽ നമ്മൾ പോയി നോക്കിയാൽ മതി, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളിങ്ങനെ തല കുനിച്ചിട്ട് ആണ് നമ്മൾ കട്ടളയ്ക്കകത്തോടാണ് നമ്മൾ അകത്തേക്ക് കാലെടുത്ത് വെച്ച് നമ്മൾ പിന്നെ ചെല്ലുന്ന ഒരു ഓപ്പൺ സ്പേസിലേക്കാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടോ നമ്മുടെ വിഷമങ്ങൾ കൊണ്ടോ നമ്മളൊരു ഇമോഷണൽ ആയിട്ട് നമ്മളവിടെ വന്നൊന്ന് ബെൻഡായി, നമ്മളൊന്ന് താഴേക്ക് നോക്കി ബെൻഡ് ചെയ്ത് നമ്മൾ അകത്തേക്ക് കയറിയ പിന്നെ നമ്മൾ കാണുന്ന ഒരു ഓപ്പൺ സ്പേസ്, ഓപ്പൺ സ്കൈയും അവിടുത്തെ പ്രതിഷ്ഠയും വിഗ്രഹവും ഒക്കെയാണ്. അപ്പം ഇതൊരു ചെറിയ എലമെൻറ്റാണ്. അപ്പം അതുപോലെ തന്നെയാണ് വാസ്തുശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയും തർക്കവും ഒക്കെ നടക്കുന്നുണ്ട്. കുറേ പേര് ഈ പറഞ്ഞ വാസ്തു നോക്കാതെ വീട് വെക്കുകയാണെങ്കിൽ മരണം സംഭവിക്കും, ദുർഭരണം സംഭവിക്കും, എപ്പോഴും വീട്ടിൽ കലഹമായിരിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്. ഇപ്പം എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസസ് ആയിരിക്കത്തില്ല മേഡത്തിൻ്റെ എക്സ്പീരിയൻസസ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആൾക്കാർക്കും വ്യക്തിപരമായിട്ട് ഓരോ എക്സ്പീരിയൻസസ് കാണും. അപ്പോൾ അതിനകത്ത് നമുക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ലൂപ്പ് ചെയ്തും കണക്ട് ചെയ്തും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം കർമ്മയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ ഒരു പാപം ചെയ്താൽ നാളെ നമ്മൾ അനുഭവിക്കും എന്ന് പറയും. പിന്നെ കുറേ ആൾക്കാരുണ്ട് ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന തൊട്ട് പുതുതലമുറയോട് പറയുന്ന എന്തെങ്കിലും കാര്യം പറയുമ്പോഴത്തേക്ക് അങ്ങ് ഒരു പ്രാക്ക് രൂപേണ നീ നശിച്ചു പോവും, നിനക്ക് ഗുരുത്വമില്ല, നീ നശിച്ചു പോവും, നെക്സ്റ്റ് ജനറേഷനിലേക്ക് ഇത് ട്രാൻസ്ഫോം ചെയ്യും എന്നൊക്കെ പറയും. ആൾക്കാർക്ക് ആർക്കും ഇപ്പം ആരെയും കേൾക്കാനും സംസാരിക്കാനും ധാരണയില്ല. നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഇപ്പം മേഡം ഒരു വീട് വെക്കുന്നു, ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നു. ഫോർ എക്സാമ്പിൾ എറണാകുളത്താണ് പ്രോപ്പർട്ടി മേടിക്കുന്നത്. മേഡത്തിൻ്റെ സ്ഥലം തിരുവനന്തപുരമാണെന്ന് വെച്ചോ. എറണാകുളത്ത് വന്നു കഴിയുമ്പോൾ മേഡം ഇവിടെയുള്ള സുഹൃത്തുക്കൾ ആരോടെങ്കിലും ചോദിക്കും, ഈ എറണാകുളത്ത് ഏതെങ്കിലും ഒരു വാസ്തു ഒരാളെ പറയാൻ, അദ്ദേഹത്തിന് വാസ്തുശാസ്ത്രം പഠിച്ചതാണോ, അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റോ, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിനെ പറ്റി മേഡത്തിന് ധാരണയില്ല. മേഡത്തിൻ്റെ സുഹൃത്ത് സജസ്റ്റ് ചെയ്യുന്ന ആളെയാണ് മേഡം വിളിച്ച് നോക്കുക. അദ്ദേഹം അവിടെ വന്ന് എന്താണോ പറയുന്നത് അത് പദ്യപാരായണം പോലെ മേഡത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞിരിക്കും. ഫസ്റ്റ് ഒരു വാസ്തുവിൻ്റെ ആളെ കണ്ടതിന് ശേഷമാണ് മേഡം ഒരു ആർക്കിടെക്റ്റായിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്നെ വിളിക്കുന്നതെന്ന് വെച്ചോ. ഞാൻ അവിടെ വരുമ്പോഴത്തേക്ക് മേഡം ഓൾറെഡി അദ്ദേഹം വന്നൊരു പേപ്പറും പേനയും എടുത്ത് കുറേ പരിഹാര ക്രിയകളും എഴുതി തന്ന് ഒരു 4 ബൗണ്ടറി മൂല വരച്ചത് ഒരു ഡ്രോയിങ് ഇങ്ങ് തരും. അതിനുള്ളിൽ ഞാൻ വരയ്ക്കുന്നതാണ് എൻ്റെ ടാസ്ക്. പക്ഷെ അതേ സമയത്ത് മേഡം തിരിച്ച് ആർക്കിടെക്റ്റിനെ ആദ്യം വിളിച്ചിട്ടാണെങ്കിൽ മേഡത്തെ കേട്ട് മേഡത്തിൻ്റെ ബജറ്റും മേഡത്തിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ കേട്ട് ആവശ്യങ്ങളും കേട്ട് ഡിസൈൻ ചെയ്തതിന് ശേഷം മേഡം ഈ പറയുന്ന ആളെ വിളിച്ച് ഡ്രോയിങ് നോക്കിക്കോ. അപ്പോൾ ഞാൻ പലപ്പോഴും വാസ്തുക്കാർ വരുന്ന മീറ്റിംഗ് ആണ് ഞാൻ ഡയറക്റ്റ്ലി ഞാൻ തന്നെ പോയിട്ടാണ് അറ്റൻഡ് ചെയ്യാറുള്ളത്. കാരണം വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ ലോജിക്കൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ചിലതൊക്കെ അന്ധവിശ്വാസം ലെവലിലേക്ക് അവർ തന്നെ മാറ്റുന്നുണ്ട്. അവർക്കതൊരു ബിസിനസ്സാണ്.
അവർ വന്ന് കൺസൾട്ട് ചെയ്താൽ സൈറ്റിൽ വന്ന് പോകുന്നതിന് ഇത്ര രൂപ ദക്ഷിണ വേണം. വെറ്റയും ബാക്കും ദക്ഷിണയും ഡ്രസ്സും, ചിലർ സ്വർണ്ണ നാണയം വരെ ചോദിച്ചേക്കുന്ന കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അവരത് ചെയ്തത് കൊണ്ടാണ് എന്ന് പറയാം. പിന്നെന്താ വെച്ചാൽ കല്ലിടിയിലിന് സ്ഥലം നോക്കാൻ വരുന്നതിന് ഒരു ചാർജ്, കല്ലിടിയിലിൻ്റെ അന്ന് ഭൂമി പൂജ എന്ന് പറഞ്ഞ അവരുടെ വേറൊരു പാക്കേജ്, കട്ടളവപ്പിന് അന്ന് വേറൊരു പാക്കേജ്, പിന്നെ പാലുകാച്ചിന് അന്ന് വലിയൊരു പാക്കേജ്. അപ്പൊ വാസ്തുശാസ്ത്രക്കാരാണ് ഏറ്റവും എക്സ്പെൻസീവ്. അങ്ങനെ തന്നെ പറയണം. ആർക്കിടെക്ട്, അതാണ് ഞാൻ ചോദിച്ചത്. ഒരു ആർക്കിടെക്ട് ഒരു സൈറ്റ് വിസിറ്റിന് ചെല്ലുന്ന സമയത്ത് അവൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിച്ച് അവൻ്റെ സമയവും മാറ്റി വെച്ച് അവിടെ വന്ന് അത്രയും ആശയങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൻ എക്സ്പെൻസീവും. ഈ പറയുന്നോട്ട് കുറച്ച് സമയം കൂടെ വന്ന് അവരേതെങ്കിലും ഒരു ബുക്ക് റെഫർ ചെയ്യുന്നുണ്ടായിരിക്കും. ആരും ബൈഹാർട്ടഡ് ആയിട്ട് വർക്ക് ചെയ്യാറില്ല. അത് ശ്രദ്ധിച്ചാൽ അറിയാം. ഞാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഞാൻ ഈ പബ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കും ബുക്കിൻ്റെ. കാരണം എനിക്കിപ്പോൾ കുറച്ച് ബുക്കുകൾ അറിയാം. അപ്പോൾ ഇതാണെങ്കിൽ ഇതാണ്, ഇന്ന ലൈനിൽ കൊണ്ടുപോയാൽ അതിൻ്റെ അടുത്ത പേജിൽ ഇതൊക്കെ എഴുതിയേക്കുന്നു എന്നുള്ളൊരു ധാരണ വെച്ച് നമുക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ഒരു ജോഗ്രഫി വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ പലരും കൂടുതൽ പേരും ഇപ്പോൾ ജീവിത സൗകര്യത്തിന് വേണ്ടി ഫ്ലാറ്റുകളിലേക്ക് മാറുന്നുണ്ട്, വില്ലകളിലേക്ക് മാറുന്നുണ്ട്. ഇപ്പം സ്ഥലം കിട്ടാനില്ലാത്ത സാഹചര്യം കൊണ്ടാണ് പലരും ഈ ഒരു പോസിബിലിറ്റി എടുക്കുന്നത്. ശരിയാണ്, സ്ഥലം ഇപ്പം സിറ്റി സൈഡിലൊന്നും സ്ഥലം കിട്ടാത്തൊരു അവസ്ഥയുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഒരു വീട് വെക്കാനായിട്ട് ഒരാൾ പോകുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതിയും എല്ലാം വെച്ചും നമ്മളുടെ ഇനിയുള്ള ഫ്യൂച്ചറിൽ മനുഷ്യൻ വീട് വെക്കുന്നതാണോ, അതോ ഫ്ലാറ്റിലേക്ക് മാറുന്നതാണോ, വില്ലകളിലേക്ക് മാറുന്നതാണോ, അതോ ഈ വീട് റിനോവേറ്റ് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നതാണോ, ഏതാണ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? കാരണം ലോകം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ലോകത്തിൻ്റെ ഒപ്പം പോകാം, അല്ലെങ്കിൽ പിന്തിരിഞ്ഞിരിക്കാം. അപ്പോൾ എന്താണ് നന്ദുന് തോന്നുന്നത്? എന്താണ് വളരെ ക്രൂഷ്യൽ ചോദ്യം. അല്ല, ഞാനിപ്പോൾ പറയാം, നമ്മളിപ്പോൾ ഈ വർഷം 2026 ഫ്ലഡ് നമ്മൾ കണ്ടു. 2018 തൊട്ടാണ് നമ്മൾ കേരളത്തിൽ ഒരു ഫ്ലഡ് എന്ന് പറയുന്ന ഒരു എലമെന്റ്. അതുപോലെ ലാൻഡ് സ്ലൈഡ്സ് പലയിടത്തും നടക്കുന്നുണ്ട്. ഇപ്പോൾ വയനാടാണെന്നുണ്ടെങ്കിലും ഈ വർഷം ഉണ്ടായിരുന്നു ലാൻഡ് സ്ലൈഡുകൾ നടക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ കാര്യത്തിൽ ഇപ്പം ആൾക്കാരുടെ മെഡിസിൻ സംബന്ധമായിട്ടുള്ള കാര്യത്തിനകത്ത് ഡോക്ടേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വളരെ ഹൈ ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ മെഡിക്കൽ കോളേജസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണെങ്കിലും ഇവിടെ ഒരു ബോഡിയുണ്ട്, ഒരു ഗവേണിംഗ് ബോഡിയുണ്ട്. ആക്ച്വലി കൺസ്ട്രക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്, അല്ല ഞാൻ ഇത്രയും നാളുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൺസ്ട്രക്ഷനകത്ത് ടൗൺ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇതിനകത്ത് ഒരു ഏരിയയുടെ മാസ്റ്റർ പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ക്രിയേറ്റ് ചെയ്തിട്ട് അവരാണ് ഇന്ന ലാൻഡ് യൂസ് ചെയ്യണം, അപ്പം അത് കൊമേഴ്ഷ്യൽ ലാൻഡാണോ അത് റെസിഡൻഷ്യൽ സോണാണോ, അങ്ങനെ സോൺ തിരിക്കുന്നതൊക്കെ അവരാണ്. അതിനുശേഷം പിന്നെ വരുന്നത് ഈ LSGD പോലൊക്കെയുള്ള ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് വന്നിട്ട് ചീഫ് എഞ്ചിനീയർ ഓഫീസുകളും ഒക്കെ ആയിട്ട് ഡിസൈനും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഈ പലപ്പോഴും ഒരു സ്ഥലത്തെ പ്രാദേശികമായിട്ട് അറിയാത്ത ആൾക്കാരാണ് അവിടുത്തെ ഈ ഡിസൈൻ സൈഡിൽ വർക്ക് ചെയ്യുന്നത്. ദാറ്റ്സ് എ ഫോർമോസ്റ്റ് കാര്യം അതാണ്. കാരണം വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ആലപ്പുഴ ജില്ല എടുത്താൽ ആലപ്പുഴ ജില്ലയിൽ ജനിച്ച് വളർന്ന് ആലപ്പുഴ ജില്ലയുടെ പരിസ്ഥിതി പ്രശ്നങ്ങളും അവിടുത്തെ ആൾക്കാരുടെ ബിഹേവിയേഴ്സും, ആൾക്കാർ ഇപ്പോൾ ഭാവിയിൽ കെട്ടിടം പണിയുവാണെങ്കിൽ എങ്ങനെ പണിയും, എന്ത് മെറ്റീരിയൽ വെച്ച് പണിയും, ഓൾറെഡി എന്താ പണിതിട്ടുള്ളതിനെ പറ്റിയൊക്കെ ധാരണ അനുസരിച്ച് വേണം. ഓരോ ജില്ലാ അടിസ്ഥാനത്തിൽ തന്നെ സത്യം പറഞ്ഞാൽ ബിൽഡിംഗ് റൂൾസ് മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. 14 ജില്ലയിലും 14 ബിൽഡിംഗ് റൂൾസ് വേണം ശരിക്കും. ഇവിടെ ഇപ്പോൾ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾ എന്ന് വെച്ചാൽ കേരളത്തിലെ മുഴുവനായിട്ട് ഒരൊറ്റ ബിൽഡിംഗ് റൂൾ ആയിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ വേണ്ട ബിൽഡിംഗ് റൂൾ അല്ല വയനാട് വേണ്ടത്, വയനാട് വേണ്ട ബിൽഡിംഗ് റൂൾ അല്ല കൊല്ലത്ത് വേണ്ടത്. അപ്പം ഇതിനൊന്ന് അമെൻഡ് ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മൾക്കൊക്കെ ആശയങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമ്മളിതൊക്കെ ആരെടുത്താണ് പറയണ്ടേ? നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. ഇപ്പം ഞാൻ 2019 ചെയ്തിരുന്ന തീസിസ് പ്രൊജക്റ്റ് 2019 ഞാൻ ചെയ്തിരുന്ന എലിവേറ്റഡ് ഹൈവേയും KSRTC ബസ് സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും ഒക്കെ കൂടെ ഞാൻ കായംകുളത്ത് 12 വർഷം പഠിച്ചത് കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിലാണ്. ആ സ്കൂളിൽ പോകുന്ന സമയത്ത് തൊട്ട് എൻ്റെ മൈൻഡിൽ കിടന്നൊരു സാധനത്തെയാണ് ഞാൻ 5 വർഷം BRക്ക് പഠിച്ച് 2014 BRക്ക് നടന്ന് 19 ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കാണിച്ചു. ഇന്ന് 2026 ആയിട്ടും കായംകുളത്ത് ഇപ്പം സമരം നടക്കുവാണ്, എലിവേറ്റഡ് ഹൈവേ വേണമെന്ന് പറഞ്ഞിട്ട്. 19 ഞാൻ വരച്ച് കാണിച്ചപ്പോൾ ആർക്കും എലിവേറ്റഡ് ഹൈവേ വേണ്ടായിരുന്നു. ഇന്ന് 26 ആയിട്ട് അവിടെ NHന്റെ പണി നടക്കുമ്പോൾ എലിവേറ്റഡ് ഹൈവേ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഇപ്പം എൻ്റെ ഒരു പ്രൊജക്റ്റ് ഹൈലൈറ്റ് ചെയ്ത് പറയുകയല്ല, ഇതുപോലെ തീസിസ് പ്രൊജക്റ്റുകൾ, നല്ല പ്രൊജക്റ്റുകൾ ചെയ്തിരിക്കുന്ന എത്രയോ പ്രൊജക്ട്സ് ഉണ്ട്. അതുപോലെ ഇതൊരു കോമ്പറ്റീഷൻ ലെവലിലേക്ക്, ഇപ്പം എന്നോട് ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഞാൻ ശരിക്കും കൂടെ മാറിപ്പോന്നു. ഞാൻ അതിനുള്ള ഉത്തരം ഞാൻ പറയാം. ഇപ്പോൾ ഒരു ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഇതൊരു കോമ്പറ്റീഷനായിട്ട് എന്തുകൊണ്ട് നടത്തിക്കൂടാ? ഔട്ട് ഓഫ് കേരള ഇങ്ങനെയാണ് നടക്കുന്നത്.
ഓക്കെ ഓക്കെ. ഇപ്പം ഞാൻ 2017 ഇന്റേൺഷിപ്പ് ചെയ്തിരിക്കുന്ന സമയത്തായിരുന്നു കേരള വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോയുടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. വൈറ്റിലയിലെ ഫെറി ടെർമിനലും ഫോർട്ട് കൊച്ചിയിലെ ഫെറി ടെർമിനലിൻ്റെ ഒരു ഡിസൈൻ കോമ്പറ്റീഷൻ നടത്തി. ഈ ഡിസൈൻ കോമ്പറ്റീഷൻ നടത്തിയപ്പോൾ ഉള്ള അനൗൺസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ആ ഡിസൈനിൽ വിൻ ചെയ്യുന്ന കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്ന ആരാണോ അവർക്കൊരു ക്യാഷ് പ്രൈസും അവരുടെ ഡിസൈൻ ആയിരിക്കും അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന്. ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന അന്ന് ഫസ്റ്റ് കിട്ടിയേക്കുന്ന ഡിസൈൻ അല്ല, വൈറ്റിലയിലും ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന അന്ന് ഫസ്റ്റ് കിട്ടിയേക്കുന്ന ഡിസൈൻ അല്ല. കോമ്പറ്റീഷൻ നടത്താനായിട്ട് എളുപ്പമാണ്, ചിലപ്പം അവർക്കന്ന് ക്യാഷ് പ്രൈസ് കിട്ടിക്കാണും. അതിന് വേണ്ടിയിട്ട് എത്രയോ ദിവസം എത്രയോ ആർക്കിടെക്ട്സും എത്രയോ ഡിസൈൻ ടീമും അതിന് വേണ്ടിയിട്ട് സൈറ്റിൻ്റെ ഫീസിബിലിറ്റി നടത്തി അവിടെ പോയി. ഞാൻ പോയി നിന്ന് വൈറ്റില ഹബി ബസ് എണ്ണിയിട്ടുണ്ട്, എത്ര ബസ് വരുന്നുണ്ട്. കാരണം അല്ലാതൊരു ഡേറ്റ കിട്ടാനില്ല. നമ്മളിപ്പോൾ ആരുടെ പോയിട്ടൊരു ഡേറ്റ ചോദിക്കും, നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ആ സ്ഥലത്തെ പറ്റി നിന്ന് പഠിക്കണം, എന്നിട്ടേ നമുക്ക് അതിൻ്റെ ഡിസൈനിനെ പറ്റി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പം കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം പൊങ്ങുന്ന സ്ഥലത്ത് കെട്ടിടം പണിയുമ്പോൾ ഇങ്ങനെ പണിയണം എന്ന് പറയും. ജില്ലാ അടിസ്ഥാനത്തിൽ റൂൾസ് മാറ്റണം. അല്ലാതെ നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ഒരു റൂള് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ ലോകത്ത് പല ടെക്നോളജീസ് വരുന്നു. ഈ ഇപ്പോൾ ഓട്ടോമേഷനാണ് ഏറ്റവും കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. കൺസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സ്മാർട്ട് എന്ന് പറയുന്നൊരു പുതിയ സോഫ്റ്റ്വെയർ ആക്കി. സങ്കേതം എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ ആയിരുന്നു പെർമിറ്റ് എടുക്കാൻ വേണ്ടി. കേരളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല, കേരളത്തിലെ പല പഞ്ചായത്ത് ഓഫീസിലിരിക്കുന്ന അസിസ്റ്റൻറ്റ് എഞ്ചിനീയർമാർക്കും അതുപോലെ ഓവർസിയർമാർക്കും ഇപ്പോഴും സ്മാർട്ട് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ അറിയത്തില്ല. അതോറിറ്റിയിലിരിക്കുന്നവർക്ക് അറിയത്തില്ല. ഓൾ ഓഫ് എ സഡൻ അങ്ങ് ഒരു ഉദ്ഘാടനം നടത്തുന്നു, പ്രഖ്യാപനം നടത്തുന്നു, കേരളം ഇനി ഡിജിറ്റൽ ആക്കുന്നു എന്ന് പറയുന്നു. സ്മാർട്ട് ഫോൺ വന്നിട്ട് ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ പല അമ്മൂമ്മമാർക്ക് അല്ലെ അമ്മമാർക്കും ഇപ്പോഴും സ്മാർട്ട് ഫോണിനകത്ത് എങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച് നിൽക്കുന്നുണ്ട്. ഇതേപോലെ പല ഉദ്യോഗസ്ഥരും പകച്ചു നിൽക്കുക. ഓരോ പ്രൊജക്റ്റിനകത്തും വേണ്ട ആൾക്കാർ അതാത് തസ്തികകളിൽ ഇരിക്കാത്തതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, ഇപ്പോൾ എല്ലാ കാര്യത്തിനകത്തും നമുക്ക് ഓടി ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. എല്ലാ ജില്ലയിലും എവിടെയെങ്കിലും ഒരു അപകടം സംഭവിക്കുമ്പോഴാണ് നമ്മളെല്ലാം അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ പിന്നെ വീട് പണിയുന്നതാണോ അപ്പാർട്ട്മെന്റ് പണിയുന്നതാണോ ചോദിച്ചത്, അപ്പാർട്ട്മെന്റും വില്ലകളും ഇതുപോലെ റിനോവേറ്റ് ഡിപ്പെൻസ് ആണ്. അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് വേണം ഒരു വീട് പണിക്ക്. കാര്യം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, എൻ്റെ 1-2 ക്ലയൻറ്റ്സ് വന്ന സമയത്ത് ഒരാൾ പറഞ്ഞ രസകരമായ സ്റ്റേറ്റ്മെന്റ്, ലോൺ എടുത്തിട്ട് എങ്ങനെയും പണിയാണ് ബ്രോ, വീട് പണിതതിന് ശേഷം വേണം എനിക്ക് കല്യാണം കഴിക്കാൻ. കല്യാണം കഴിച്ചിട്ട് വൈഫ് ഹൗസിൽ നിന്ന് എന്തെങ്കിലും കിട്ടും, അതെടുത്തിട്ട് വേണം എനിക്ക് ലോൺ അടച്ച് തീർക്കാനെന്ന് പറഞ്ഞ ചിന്താഗതിയുള്ള ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മളിപ്പം 100 നല്ല കാര്യങ്ങൾ 100 പ്രൊജക്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആണെങ്കിലും ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് നമ്മൾ ഓൺ ടൈം കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് അറിയേണ്ട ഈ ഒരൊറ്റ പ്രൊജക്റ്റാണ്. നെഗറ്റിവിറ്റി. പിന്നെ എനിത്തിങ് ഈസ് ഗുഡ് ഫോർ പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതിനെ കറക്റ്റായിട്ട് ചാനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അപ്പാർട്ട്മെന്റിനകത്ത് താമസിക്കാൻ ഇപ്പം ഞാൻ എറണാകുളത്തേക്ക് വന്ന സമയത്ത് ഞാനൊരു അപ്പാർട്ട്മെന്റ് എടുത്ത സമയത്ത് അച്ഛനെയും അമ്മയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ നിർത്തുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് മുറ്റത്തിറങ്ങി നടക്കണം. പേരൻസിന്റെ ഒരു ഇഷ്ടം അനുസരിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ. എല്ലാവരും കമ്മ്യൂണിറ്റിക്ക് അത് നിൽക്കണം എന്നില്ലായിരിക്കാം. അപ്പോൾ പുറത്തിറങ്ങി നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. പിന്നെ കുറേ ആൾക്കാർക്കെന്ന് വെച്ചാൽ അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആയിട്ട് താമസിച്ചിരുന്ന വീടല്ല അപ്പൂപ്പൻ അമ്മൂമ്മയായിട്ട് താമസിച്ചിരുന്ന വീടിനെ പ്രിസർവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. അപ്പം ഇതെല്ലാം തീരുമാനം എടുക്കണമെങ്കിലും നമ്മുടെ ക്യാഷ് ഫ്ലോയെ പറ്റി നമുക്കൊരു ഐഡിയ വേണം. നമുക്ക് പൈസ ഇപ്പം ലോൺ എടുക്കാനായിട്ട് ചിരിച്ചുകൊണ്ട് ബാങ്കുകൾ ലോൺ തരും. നമ്മളാണെങ്കിലും നമ്മളിപ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് 1000 രൂപ മേടിക്കുകയാണെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ എനിക്കൊരു 1000 രൂപ തരുമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എളിമയോടായിരിക്കും അവരോട് ചോദിക്കുന്നത്. അവരപ്പോൾ സന്തോഷത്തോടെ 1000 രൂപ തരും. നാളെ നമ്മൾ ചിലപ്പോൾ വീണ്ടും വേറൊരു ക്രൈസിസിൽ പോയി അവർ നമ്മളോട് 1000 രൂപ തിരിച്ചു തരണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയാം ഇന്ന് തരാം നാളെ തരാമെന്ന് പറയും. 3-ാമത്തെ ദിവസം അവർ ചോദിക്കും ഞാൻ തന്ന പൈസയല്ലേ നിനക്ക് തിരിച്ച് തന്നുകൂടെ എന്ന് ചോദിക്കും. അപ്പം നമ്മൾ പറയും നമ്മൾ ഒരാഴ്ച കൂടെ സമയം നമുക്ക് വേണം, നമ്മളൊന്ന് അറേഞ്ച് ചെയ്തോട്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് വീണ്ടും അവരുടെ ടോൺ മാറും, ആ ബന്ധം അവിടെ ബ്രേക്ക് ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതേ സിമിലർ രീതി തന്നെയാണ് ഈ ലോൺ എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇപ്പം നന്ദുവിന്റെ കമ്പനി ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ ഭവനം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്ന് നമ്മളിപ്പോൾ ലോണിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. ലോൺ എന്ന് വെച്ചാൽ അതൊരു ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് അതിനകത്ത് RBIയുടെ കുറച്ച് ഗൈഡ് ലൈൻസ് നമ്മൾ നോക്കണം. കാരണം നമുക്ക് പെട്ടെന്ന് ഇപ്പം ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞിട്ട് നിയമവും റൂൾസും റെഗുലേഷൻസും നമ്മളുടെ ഇവിടുത്തത് അമെൻമെൻറ്റും GSTയുടെ ആണെങ്കിൽ പോലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ നമുക്കത് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 1
മന്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിപ്പം ഓൾറെഡി നമ്മളുടെ ഓരോ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂസ് ഒക്കെ കണ്ട ആൾക്കാർ വിളിക്കുന്നവരെ നമ്മൾ സൈനപ്പ് ചെയ്ത് തുടങ്ങി. ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ സൈനപ്പ് ചെയ്ത് തുടങ്ങി. കാരണം എൻ്റെ അങ്ങനത്തെ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന തൊട്ട് തന്നെ 50 ലക്ഷം രൂപ ലോൺ എടുക്കുന്നവന് 80 ലക്ഷം 1 കോടിയും 1.25 കോടി രൂപയും ചിലപ്പോൾ അത് ബൗൺസ് ആയിട്ട് ആ പ്രോപ്പർട്ടി കയ്യിൽ നിന്ന് പോകുന്ന അവസ്ഥ വരെ വരും. 30 വർഷത്തേക്കൊക്കെ ലോൺ എടുക്കുന്നത്. അപ്പം അതൊന്നും സിംപ്ലിഫൈ ചെയ്ത് ഏറ്റവും കൂടുതൽ മിനിമൽ പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക്. മിനിമൽ ഡിസൈൻസ് ചെയ്തിട്ട് ഇപ്പം ഒരു 25, 30, 50, 75 ലക്ഷം രൂപ വീടിൻ്റെ ടിക്കറ്റ് സൈസ് മാറ്റിക്കൊണ്ട് ഒരു 20, 25 ബജറ്റ് വരെയൊക്കെ മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന. കാരണം സാധാരണപ്പെട്ട ഒരു മലയാളിയുടെ ശമ്പളം വെച്ചുകൊണ്ട് ഒരു മാസം അവർക്ക് അടയ്ക്കാൻ പറ്റുന്ന EMI എന്ന് വെച്ചാൽ ഒരു 10,000 രൂപയായിരിക്കാം മാസമൊക്കെ പറ്റുമായിരിക്കാം. എന്ന് വെച്ചാൽ ഒരു ആവറേജ് നോർമൽ ആൾക്കാരെ വെച്ചിട്ട് അത് 25,000 അടയ്ക്കാൻ പറ്റുന്ന, ഒരു 50,000 അടയ്ക്കാൻ പറ്റുന്ന, അവർക്ക് വേണ്ടിയുള്ള സെപ്പറേറ്റ് പ്ലാൻസ് നമ്മളുടെ അടുത്തുണ്ട്. പക്ഷേ എന്നാലും കൂടുതലും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ പറഞ്ഞിട്ട് സാധാരണപ്പെട്ട ആൾക്കാർക്ക് പലിശരഹിതമായിട്ട് തവണ വ്യവസ്ഥയിൽ വീട് വെക്കുക എന്ന് വെച്ചാൽ അതൊരു ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്തേക്കുന്ന വീട്. അവരെ കേട്ടിട്ട്, കാരണം ഒരാളെ കേട്ട് ഡിസൈൻ ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. അവർ പറയുന്ന അവരെ കേൾക്കണം. ചിലർ ഭയങ്കര അഗ്രസീവായിട്ട് സംസാരിച്ച് കളയും, എനിക്കിതാടോ വേണ്ടേ എന്ന് പറഞ്ഞ കളയും. ചിലർ പറയും നമ്മൾ ഈ ഒരു എലമെൻറ്റ് ചെയ്യാൻ പറ്റുമോ. പിന്നെ ചിലർ ഈ മിക്സായിട്ട് വരും. ഒരിടത്ത് ട്രോപ്പിക്കൽ, ഒരിടത്ത് ട്രഡീഷണൽ, ഒരിടത്ത് കണ്ടംപററി, 3 വീഡിയോയും ഇഷ്ടപ്പെട്ടു. ഒരിടത്തെ ബെഡ്റൂമും, രണ്ടാമത്തേലെ അടുക്കളയും, മൂന്നാമത്തേലെ ബാത്റൂമുമാണ് അവർക്ക് വേണ്ടത്. ഇത് 3 ക്ലബ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. അപ്പോൾ അവരെ ശരിക്കും നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇതല്ല ഇതിൻ്റെ ഒരു തീമും ഇതിൻ്റെ ഒരു പ്രോസസ്സും ഇതാണ്. അപ്പം നമ്മൾ മറ്റേതിൻ്റെ ബെഡ്റൂം അവർ കാണാത്തത് കൊണ്ടും ഇവിടുത്തെ ബെഡ്റൂം കണ്ടതുകൊണ്ടുമാണ് അവർക്ക് അത് മതി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റേ ട്രോപ്പിക്കൽ കൺസെപ്റ്റിലെ ഒരു ബെഡ്റൂം ചിലപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അവർക്ക് ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. 1 കോടി രൂപയായിട്ട് ഞാനിപ്പോൾ നന്ദുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എനിക്കൊരു ലക്ഷറി ഹോം അല്ല വേണ്ടത്, എനിക്കൊരു നല്ലൊരു വീടാണ് വേണ്ടതെന്ന് പറയാണ്. അപ്പം നന്ദു എനിക്ക് തരുന്നൊരു 3 ഉപദേശം എന്തായിരിക്കും? ഓക്കെ, 1 കോടി രൂപയായിട്ടാണ് വരുന്നത്. 1 കോടിയായിട്ട് ലക്ഷറി വേണ്ട കേട്ടോ, എൻ്റെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഇത് കഴിയുമ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് മേടിച്ചോളാം. ഓക്കെ, 1 കോടി രൂപയായിട്ട് വരുന്നു. മിനിമൽ ഹൗസ് ആണ് വേണ്ടത്. മിനിമൽ എന്നല്ല, എനിക്ക് നല്ലൊരു വീടാണ്. ലക്ഷറി ഒരു 4 ബെഡ്റൂം വേണം. ഓക്കെ, ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു 50 ലാക്സിനുള്ളിൽ, അതിലൊരു 50 ലാക്സ് ബഡ്ജറ്റിന്, 50 to 60 ലാക്സ് ബഡ്ജറ്റിന് അതുള്ളൊരു വീട് വെക്കാൻ വേണ്ടി ഞാൻ പറയും. ബാക്കി 40 ലാക്സിനകത്ത് എന്ന് വെച്ചാൽ ഞാൻ ഇൻക്ലൂഡിങ് കോമ്പൗണ്ട് വാളും ലാൻഡ്സ്കേപ്പ് എല്ലാം കൊണ്ട് 60 ലാക്സ് ബഡ്ജറ്റ് ചെയ്യാം. ബാക്കി 40 ലാക്സ് വെച്ചിട്ട് ഞാൻ പറയും വേറൊരു പ്ലോട്ട് മേടിക്കുക, വേറൊരു വസ്തു മേടിക്കുക. അപ്പോൾ വസ്തു മേടിക്കുക എന്ന് വെച്ചാൽ വസ്തു ഒരു 20 ലക്ഷം രൂപയ്ക്ക് മേടിക്കാൻ പറയും. 20 ലക്ഷം രൂപയ്ക്ക് മേടിക്കുന്ന വസ്തു ഇപ്പോൾ സെൻറ്റിന് 10 സെൻറ്റ് സ്ഥലം, 2 ലക്ഷം രൂപ വെച്ചിട്ടുള്ള 10 സെന്റ് സ്ഥലം 20 ലക്ഷം രൂപയ്ക്ക് മേടിക്കാൻ വേണ്ടി. 2 ലക്ഷം രൂപയ്ക്ക്. പിന്നെ ഇപ്പൊ കൊച്ചിയിൽ തന്നെ നോക്കണമെന്നില്ലല്ലോ, നമുക്ക് എവിടെയും ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മുടെ. അതിനകത്ത് ഒരു 5 ലക്ഷം രൂപയുടെ ഒരു 4 വീട് എന്നെ കൊണ്ട് പണിയിക്കാൻ പറയും, ബാക്കി 20 ലക്ഷം രൂപയ്ക്ക്. അതെ. അപ്പോഴത്തേക്ക് 10 സെന്റ് സ്ഥലം അത് ഞാൻ തന്നെ പ്ലോട്ട് തിരിച്ച് ഞാൻ തന്നെ വീട് പണിയാകുമ്പോൾ എനിക്കൊരു വർക്കും ആവും. എന്നിട്ട് അതിന് ഒരു 3-4 ലക്ഷം രൂപ പ്രോഫിറ്റ് ഇട്ടിട്ട് ഞാൻ വിറ്റും തരാം. ടൈം സ്പാൻ ഓഫ് 6 to 8 months. അല്ലെങ്കിൽ തന്നെ 1 കോടിയുടെ വീട്ടിലൊക്കെ എന്തിനാ താമസിക്കുന്നില്ലേ? അങ്ങനെയല്ല, അത് ഡിപ്പെൻസ് ആണ്. ഇപ്പം ഓരോരുത്തർക്കും ആഗ്രഹങ്ങളല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്തോട്ട് വരുന്ന സമയത്ത് എൻ്റെ വണ്ടിയിലേക്ക് ഇവിടെ എറണാകുളത്ത് കൺട്രോൾ റൂമിൽ വർക്ക് ചെയ്യുന്ന 2 പോലീസ് ഓഫീസേഴ്സ് ലിഫ്റ്റ് ചോദിച്ചു വയ്ക്കുന്നുണ്ട്. ഞാൻ വണ്ടി നിർത്തി ഞാൻ കയറിയ സമയത്ത് അതിനകത്തൊരു ഓഫീസർ സംസാരിച്ച കാര്യം വെച്ചാൽ, പുള്ളിക്കാരൻ ഈ ഇടയ്ക്ക് മറൈൻ ഡ്രൈവിൽ ചെന്നിട്ട് അവിടുത്തെ ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റിനകത്ത് കയറിയിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് വില ചോദിച്ചു. അപ്പോൾ 3.5 കോടി രൂപയാന്ന് പറയും. അപ്പോൾ പുള്ളി പുറത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് പോലീസ് ഓഫീസറും സിവിൽ പോലീസ് ഓഫീസറാണ്, നമുക്ക് പറ്റത്തില്ല. സോ ഇവിടെ 2 മൈൻഡ് സെറ്റാണ് ഉള്ളത്. ഒന്നെങ്കിൽ ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ആവണം, അല്ലെങ്കിൽ ഒരു ഓൺടർപ്രണർഷിപ്പ് മൈൻഡ് സെറ്റ് ആവണം. ഈ ഇപ്പം എനിക്കൊക്കെ പണ്ട് പറ്റിയ ഒരു മിസ്റ്റേക്ക് അതിനകത്തൊരു എലമെൻ്റാണ്. ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ വിശ്വാസമൊക്കെ ഞാൻ എൻ്റെ ഓഫീസിലെ എംപ്ലോയീസുമായിട്ട് സംസാരിക്കുമായിരുന്നു. ഞാനിങ്ങനെ പറയാം 5 വർഷം കഴിയുമ്പോൾ നമുക്കിത് ചെയ്യണം. അപ്പോൾ എൻ്റെ ഭവനത്തിൻ്റെ പ്രൊജക്റ്റ് തന്നെ 3-4 വർഷം മുമ്പേ വർക്ക് ചെയ്ത എംപ്ലോയീസിനും അറിയാവുന്ന കഥയാണ്. നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വർക്ക് ചെയ്യും. കഥകൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവരെ സംബന്ധിച്ച് അവർക്ക് ആ മാസത്തെ ശമ്പളം മാത്രം മതി. അവർക്കൊരു 4 വർഷം അപ്പുറത്തോ 5 വർഷം ഇപ്പുറത്തോ അതെന്താവുമെന്നോ അല്ലെ. എനിക്കൊരാഗ്രഹം എന്ന് വെച്ചാൽ ഗ്രോ ടുഗദർ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. എല്ലാം കൂടെ ഒറ്റയ്ക്ക് വെട്ടിപ്പിടിച്ച് ഇവിടെ ആരും ഒന്നും കാണിക്കാനായിട്ടൊന്നും ഇല്ല.
നമുക്ക് കഴിയാനുള്ള പൈസ സഫീഷ്യൻ്റ് ആയിട്ടുള്ള മതി. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ഇൻ്റർവ്യൂസിനും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ 1000 പേർക്ക് വസ്തു മേടിച്ച് വീട് വെച്ച് കൊടുക്കണമെന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ എൻ്റെ ഭവനം പ്രൊജക്റ്റ് ഞാൻ ആ ഒരു കോഴ്സിന് വേണ്ടി മാത്രമാണ് ലോഞ്ച്. അത് ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഈ യൂണിവേഴ്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞൊരു പ്രോമിസാണ് അത് ഞാൻ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണോ വേണ്ടത് അത് ഞാൻ ചെയ്യും. അതിനുള്ള വഴികൾ എനിക്ക് ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ചില സമയത്ത് നമുക്കിങ്ങനെ ഓപ്പണിങ്സ് ഇങ്ങനെ കിട്ടി വരും. എനിക്ക് തോന്നുന്നു ഇന്ന് ഇവിടെ ഇരിക്കുന്നത് തന്നെ എന്നെ ആക്ച്വലി ശ്രീജിത്തേട്ടൻ ഇങ്ങോട്ട് വിളിച്ചത് കൊണ്ടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം അത് റൈറ്റ് ടൈമാണ്. കാരണം എൻ്റെ ഭവനം വരുന്നതിന് മുമ്പ് ഞാൻ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ഓക്കെ, ഏതായാലും എൻ്റെ ഭവനം സക്സസ് ആവട്ടെ.